ഏപ്രിൽ മാസം 10-ാം തീയതി നമ്മൾ 10 മണിക്ക് ഈ രാത്രി പ്രാർത്ഥനയുള്ള ബന്ധത്തിൽ 2025 4-ാം മാസം കൂടി വരുവാൻ കർത്താവ് സഹായിച്ചു. 11-ാമത്തെ ദിവസത്തിലേക്ക് ഈ ദിവസം പ്രവേശിച്ചു. കഴിഞ്ഞ 2 മണിക്കൂർ നമ്മൾ ദൈവസന്നിധിയിലായിരുന്നു. നല്ല അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യങ്ങളെയും പ്രാർത്ഥനാ വിഷയങ്ങളെയും പ്രാർത്ഥിപ്പാനൊക്കെ ദൈവം സഹായിച്ചു. വിവിധ സ്ഥലങ്ങളിലായി വിവിധ ദേശങ്ങളിലായി ചെതറിപ്പാർക്കുന്ന നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിവിധങ്ങളായ ആവശ്യങ്ങളും ഭാരങ്ങളും വേദനകളും സംഘർഷങ്ങളും ഒക്കെ ജീവിതത്തിലുണ്ടെങ്കിലും അത് എല്ലാം പുറമെയാണ്. എന്നാൽ നമ്മുടെ അകത്ത് തന്നിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തിനായി, യേശു ക്രിസ്തുവിൻ്റെ ശക്തിക്കായി, സന്തോഷത്തിനായി സ്തോത്രം ചെയ്യാം. അകത്തെ ആത്മാവിനൊരിക്കലും ഒരു വിധത്തിലുള്ളതായ ക്ഷീണം സംഭവിക്കാതെ പുറമേയുള്ള വിഷയങ്ങൾ അത് നമ്മുടെ മനസ്സിലേക്ക് പ്രവേശിച്ച് നമ്മുടെ ആത്മാവിനെ സ്പർശിക്കാതിരിക്കുവാൻ നമ്മളധികം ശ്രദ്ധകളായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കും. ഇന്നത്തെ ദൈവവചന ചിന്തയ്ക്കായിട്ട് നമുക്ക് പരിചിതമായിരിക്കുന്ന ഒരു ദൈവവചനം വായിച്ച് അതിൽ ചില ചിന്തകൾ പങ്കുവയ്ക്കുവാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നു. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 4-ാമത്തെ വാക്യം പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു. അവന് എന്ത് ഭവിക്കുമെന്ന് അറിവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. നമുക്കറിയാവുന്ന വിഷയമാണ്. ഇതിനു മുമ്പും പല പ്രാവശ്യം ഈ വിഷയത്തെ ആസ്പദമാക്കി സംസാരിച്ചിട്ടുണ്ട്. എന്ത് സംഭവിക്കും, അതിൻ്റെ അവസാനം എന്താകും എന്ന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാവരും കാംക്ഷയോടെ കാത്തിരിക്കും. ഒരു അവസാനം എന്താകും, അത് എങ്ങനെയായിത്തീരും, അത് എന്താണ് എന്നുള്ളതിൻ്റെ ഒരു സംഘർഷ അവസ്ഥ എല്ലാ വിഷയങ്ങളോട് ബന്ധത്തെ കാണാൻ സാധിക്കുന്നുണ്ട്. പൊതുവിൽ ഈ എന്ത് ഭവിക്കും എന്നുള്ള, അല്ലെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസാനം എന്നുള്ളത് ചിന്തിക്കുന്നത് കാര്യങ്ങൾ കൈവിടപ്പെട്ടു പോകുമ്പോഴാണ് അങ്ങനെ ഒരു ചിന്ത ഉണ്ടാകുന്നത്. നീ എന്തായിരിക്കും എൻ്റെ അവസാനം എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ വിവിധ വിഷയങ്ങളോട് ബന്ധത്തിൽ കാര്യങ്ങൾ കൈവിടപ്പെട്ടു പോയിട്ട് നാം നിലവിളിച്ചിട്ടുണ്ട്, കർത്താവ് ഇനി എന്താണ് സംഭവിക്കുന്നത്, എന്താണ് ഭവിക്കാൻ പോകുന്നത് എന്നുള്ളത് വളരെയധികം വേദനയോടെ നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളിൽ നാം ചിന്തിച്ചിട്ടുള്ളവരാണ്. ഇവിടെ മോശ എന്ന വ്യക്തിക്ക് പേരിടുവാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അവർ പ്രവാസ ദേശത്തിലാണ്, അടിമത്തത്തിലാണ്. അപ്പോൾ മിസ്രൈമിയ അടിമത്തത്തിലായിരിക്കുമ്പോൾ ജനിച്ച കുഞ്ഞിന് പേരിടാനുള്ള യാതൊരുവിധമായ സാഹചര്യം അവിടെ ഇല്ല. മോശ എന്ന പേര് അവരെടുത്തില്ലായിരുന്നു. അവർ അവരുടേതായിട്ടുള്ള അഗ്രോന്യ കൂറിൻ പ്രകാരമുള്ള ഒരു പേരെ മോശയ്ക്ക് ഇടുകയുണ്ടായിട്ടുണ്ട്. എല്ലാ ആൺകുഞ്ഞുങ്ങൾ ജനിക്കുമ്പോൾ 8-ാം ദിവസം പരിച്ഛേദന കഴിയുമ്പോൾ കുഞ്ഞിന് പേരിടണമെന്നുള്ളത് വ്യവസ്ഥയാണ്. അങ്ങനെയാണ് പേരുകൾ ഇടുന്നത്. നമുക്കറിയാം, യോഹന്നാൻ സ്നാപകൻ ജനിച്ചു കഴിഞ്ഞപ്പോൾ സെഖര്യാവൊക്കെ പരിച്ഛേദന കഴിഞ്ഞിട്ട് 8-ാം ദിവസം, അതുവരെ നാവ് ഊമനായിരുന്ന, സംസാരിക്കാൻ കഴിയാതിരുന്ന സെഖര്യാവിനോട് എന്താ പേരെന്ന് ചോദിച്ചപ്പോൾ തന്നെ എഴുത്തുപലക എഴുതി അതിൽ യോഹന്നാൻ എഴുതുവാൻ കഴിയാത്തത്. അപ്പോൾ ചില പേരുകളൊക്കെ ദൈവം തന്നെ സൂക്ഷിച്ചു വെക്കുക. അത് ദൈവത്തിൻ്റെതാണ്. ദൈവത്തിൻ്റെ സ്ഥിതി, ദൈവത്തിൻ്റെ കരത്തിലിരിക്കുന്ന കാര്യങ്ങൾ ദൈവം ഒരാൾക്കിടാനുള്ള പേര് ദൈവം തന്നെ സൂക്ഷിച്ചു വെക്കും. ഇവിടുത്തെ സാഹചര്യം, മിസ്രൈം രാജാവ് വളരെയധികം അദ്ദേഹം ഉപായം ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിൻ്റെ ഉപായത്തിൽ എന്താ ചെയ്യുന്നത് ചോദിച്ചാൽ, ഒരിക്കലും ഈ എബ്രായർ വർദ്ധിക്കരുത്. അവർ വർദ്ധിച്ച് പെരുകിയാൽ, യുദ്ധമുണ്ടായിക്കഴിഞ്ഞാൽ മിസ്രൈമിന് ജയിക്കാൻ കഴിയത്തില്ല, പരാജയപ്പെട്ടു പോകും എന്നുള്ള ഒരു ചിന്താഗതി വന്ന് ഇവരെ അടിമത്തത്തിൽ നിന്ന് ഇവർ രക്ഷപ്പെട്ടു പോകും. അതുകൊണ്ട് അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ആൺകുട്ടികളെ കൊല്ലണം എന്നുള്ള ഒരു തീരുമാനമാണ് ആദ്യം എടുക്കാനിടയാത്തത്. പെൺകുട്ടികൾ ജീവിക്കട്ടെ, ആൺകുട്ടികൾ കൊന്നു കളയണമെന്നാണ് പറഞ്ഞത്. എന്നാൽ ഈ പ്രസൂതികർമ്മണം ചെയ്യുന്ന, പ്രസവത്തിനുള്ള ശുശ്രൂഷ ചെയ്യുന്ന 2 സ്ത്രീകൾ, അവർ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട്, ദൈവം അവർക്ക് ഭയം കൊടുത്തതുകൊണ്ട് അവർ എബ്രായ സ്ത്രീകളുടെ കുഞ്ഞുങ്ങളെ, ആൺകുഞ്ഞുങ്ങളെ ഒന്നിനെ കൊന്നു കളഞ്ഞു. ആലോചിച്ച് നോക്കൊരു വീട്ടിൽ പ്രസവം നടക്കുമ്പോൾ അന്ന് അതിന് വരുന്ന നേഴ്സ് അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടവർ ഈ എബ്രായ കുഞ്ഞുങ്ങൾ ആൺകുഞ്ഞുങ്ങളെ ജനിക്കുന്നെങ്കിൽ അതിനെ കൊന്നു കളയണമെന്നുള്ളതാണെങ്കിൽ ആലോചിച്ച് നോക്കി, അതെല്ലാം വീടുകളിൽ എന്തെല്ലാം സംഭവിക്കും, എത്ര കരച്ചിലുണ്ടാകും, എത്ര പ്രശ്നമുണ്ടാകും. അപ്പോൾ അവരെ അങ്ങനെ കൊന്നുകളയാം, അവിടെ വീട്ടിൽ വെച്ച് കൊല്ലാനായിട്ട് ദൈവം സമ്മതിച്ചില്ല. അതുകൊണ്ട് ഫറവോന് മനസ്സിലായി ഇത് ഈ സ്ത്രീകൾ ചെയ്യുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ്റെ അടുത്ത് തീരുമാനമാണ്. പിന്നെ ഫറവോൻ തൻ്റെ സകല ജനത്തോടും ജനിക്കുന്ന ഏത് ആൺകുട്ടിയെയും നദിയിലിട്ട് കളയണമെന്നും ഏത് പെൺകുട്ടിയെയും ജീവനോടെ രക്ഷിക്കണമെന്ന് കൽപ്പിച്ചു. അവന് രാജ്യത്തൊരു കൽപ്പന പുറപ്പെടുവിച്ചു. കാരണം ഈ കൽപ്പന പുറപ്പെടുവിക്കാൻ കാരണം മറ്റൊന്നുമല്ല,
ദൈവത്തിന്റെ പദ്ധതി ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെയുള്ള ചില നിയമങ്ങൾ വരുന്നത്. നമ്മൾ വിചാരിക്കുക ഈ നിയമം വരുന്നത് നമ്മളെ ഇപ്പോൾ തന്നെ നശിപ്പിച്ച് കളയാൻ വേണ്ടിയാണെന്നുള്ളതാണ്. ഇങ്ങനെ ഒരു നിയമം വന്നിട്ടില്ലായിരുന്നുവെങ്കിൽ മോശ എന്ന വ്യക്തിക്ക് ഒരിക്കലും ഫറവോന്റെ കൊട്ടാരത്തിൽ എത്തിച്ചേരാൻ കഴിയത്തില്ലായിരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ചില നിയമങ്ങൾ നമുക്ക് പ്രതികൂലമായി തീരുമ്പോൾ, ചില വിഷയങ്ങൾ നമുക്കെതിരെ വരുമ്പോൾ, ദൈവത്തെ സേവിക്കുന്ന വാഗ്ദത്തം ലഭിച്ചിരിക്കുന്ന ദൈവമക്കൾ ഒരിക്കലും പതറിപ്പോകരുത്. പലപ്പോഴും നമ്മൾ പുതിയ നിയമങ്ങൾ വരുമ്പോൾ ആ നിയമത്തിനകത്ത് വളരെ ഇതാണല്ലോ പേടിക്കും. ഇവിടെ എല്ലാവരും ഭയപ്പെട്ടു, ശരിയല്ലേ? ഭയങ്കരമായ ഒരു നിയമമാണ് വന്നിരിക്കുന്നത്. ഈ നിയമത്തിന്റെ പിമ്പിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. ഇത് ചെയ്യണം. അവൻ ചെയ്യുമ്പോൾ അങ്ങനെ കുറെ കുഞ്ഞുങ്ങളെ വലിച്ചെറിഞ്ഞു. പക്ഷേ ഈ മോശ ജനിച്ചപ്പോൾ അവനെയും എടുത്ത് ഈ പറയുന്ന രീതിയിൽ കൊന്നുകളയേണ്ടതാണ്. എന്നാൽ അവന്റെ മൊത്ത സഹോദരൻ അഹരോൻ ജനിച്ചപ്പോൾ പേരൊക്കെ ഇട്ടു. അവനെ അഹരോൻ എന്ന് പേരിട്ടു. അവനെ 3 വയസ്സിന്റെ വ്യത്യാസം ഈ മോശയുമായിട്ട് വന്ന ആ കാലഘട്ടത്തിൽ ആ നിയമമില്ലായിരുന്നു. എന്നാൽ മോശ ജനിക്കുന്ന കാലഘട്ടത്തിലാണ്, ആ കാലത്തിലാണ്, ഈ ഒരു നിയമമുള്ള സമയത്താണ് ദൈവം ദിവ്യസുന്ദരനായിരിക്കുന്ന ഒരു ആൺകുഞ്ഞിനെ ജനിപ്പിച്ചത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു, അവൾ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു, അവൻ സൗന്ദര്യമുള്ളവനായിരുന്നതാണ്. എന്നാൽ അപ്പോസ്തല പ്രവൃത്തി 7-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കുമ്പോൾ അങ്ങനെ അവനെ സൗന്ദര്യമുള്ളവൻ എന്നല്ല എഴുതിയിരിക്കുന്നത്. സ്തെഫാനോസ് പ്രസംഗിക്കുമ്പോൾ പറയുകയാണ് 20-21 ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവരുടെ ശിശുക്കൾ ജീവനോടെ ഇരിക്കരുതെന്ന് വെച്ച് അവരെ പുറത്തിടിവിച്ചു. ആ കാലത്ത് മോശ ജനിച്ചു, ദിവ്യസുന്ദരനായിരുന്നു. അവനെ 3 മാസം അപ്പന്റെ വീട്ടിൽ പോറ്റി. പിന്നെ അവനെ പുറത്തിട്ടപ്പോൾ ഫറവോന്റെ മകൾ അവനെ എടുത്തു തൻ്റെ മകനായി വളർത്തി. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ ദിവ്യസുന്ദരനായിരുന്നു. അർത്ഥം അവന്റെ മേലൊരു ദിവ്യമായ പ്രകാശമുണ്ടായിരുന്നു. ഒരു ദൈവിക ദൗത്യത്തിന് വേണ്ടി ജനിച്ചതായിരുന്നു മോശ. ഒരു കഷ്ടതയുടെ കാലത്ത് ദൈവം ചില കുഞ്ഞുങ്ങളെ ജനിപ്പിച്ചെടുക്കും. ദൈവത്തിന്റെ തേജസ്സുള്ള ദൈവപ്രവൃത്തിക്ക് വേണ്ടി, ദൈവ നിയോഗത്തിന് വേണ്ടി ദൈവം ചില തലമുറകളെ എഴുന്നേൽപ്പിക്കും. നിയമങ്ങൾ കഠിനമാകുമ്പോൾ, ഭാരങ്ങൾ പെരുകുമ്പോൾ അതിൽ നിന്ന് വിടുവിച്ചെടുക്കാൻ വേണ്ടി വാഗ്ദത്ത നിവൃത്തിക്ക് വേണ്ടി ദൈവം ഈ ദിവസങ്ങളിൽ തലമുറകളെ നൽകാൻ പോകുകയാണ്. അവര് ദിവ്യ സൗന്ദര്യമുള്ളവരായിരിക്കും, ദിവ്യസുന്ദരന്മാരായിരിക്കും. എന്നതിൻ്റെ അർത്ഥം ദൈവത്തിന്റെ ജ്ഞാനം പകരുവാൻ തക്കതായ തലമുറയാണ് ദൈവം ആ കാലഘട്ടത്തിൽ ഒരു കുടുംബത്തെ ജനിപ്പിക്കുവാൻ ഇടയായിത്തീർന്നത്. അന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യമായിരുന്നു. ദൈവത്തിന്റെ വാഗ്ദത്തം നിറവേറപ്പെടേണ്ട സമയമായപ്പോൾ അബ്രഹാമിനോട് പറഞ്ഞിരുന്ന സമയം 430 വർഷം കഴിയുമ്പോൾ എന്നുള്ള ആ സമയത്തിന്റെ കാലമെടുത്തപ്പോൾ, അതിനായിട്ടുള്ള കാലങ്ങൾ സമീപിച്ചപ്പോൾ അതിന് തക്കതായ ഒരു നേതാവിനെ അവൾക്ക് കൊടുക്കുവാൻ വേണ്ടി ദൈവം കണ്ടിരുന്നു. അവൻ ദിവ്യസുന്ദരനായിരിക്കണമെന്ന് ദൈവം അവന് വേണ്ടി അവന് സൗന്ദര്യം കൊടുത്തവനെ, അങ്ങനെ ഒരു ദിവ്യ സൗന്ദര്യം ഉള്ളത് കൊണ്ടാണ് ഈ പറയുന്ന ഫറവോന്റെ കൽപ്പനയെ ഭയപ്പെട്ടിട്ടാണെങ്കിലും ഇവനെ ഒളിപ്പിച്ചു വെച്ചത്. ഞാൻ പറഞ്ഞല്ലോ, കാലങ്ങളും അതിൻ്റെതായ സന്ദർഭങ്ങളും നോക്കുമ്പോൾ വെച്ചുകൊണ്ടിരിക്കാൻ കഴിയത്തില്ല. അംഗവൈകല്യമുള്ള മോശ പിന്നീട് വിക്കനായി പോയെന്നാണ് പറഞ്ഞത്. ഈ ജനിച്ചു കഴിഞ്ഞ വിക്കനോ അല്ലെങ്കിൽ മുടന്തോ എന്തെങ്കിലും പ്രശ്നങ്ങളോ പിന്നെ ഏതെങ്കിലും ഉള്ളതായ ഭിന്നശേഷിയുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും അഭംഗിയുള്ള അംഗവൈകല്യമുള്ളൊരു കുഞ്ഞായിരുന്നെങ്കിൽ ഒന്നും വിചാരിക്കാതെ ഇവരെടുത്ത് അതിനെ എന്ത് ചെയ്തേനെ, നദിയിലിട്ട് കളഞ്ഞേനെ. പക്ഷേ ദൈവം അങ്ങനെ ഒരു കുഞ്ഞിനെ അല്ല ഈ ലേവ്യ കുടുംബത്തിലെ അവർക്ക് അബ്രഹാമിന് കൊടുത്തത്. അവർക്ക് കൊടുത്തത് ഏറ്റവും ശ്രേഷ്ഠമേറിയ അനുഗ്രഹിക്കപ്പെട്ട ഒരു തലമുറയെ കൊടുത്തത്. ഇതിനെ കണ്ടപ്പോൾ തന്നെ ഒരു ഓമനത്വം തോന്നി, വെളിയിൽ കളയാൻ തോന്നത്തില്ല. അതുകൊണ്ടാണ് ദൈവം അങ്ങനെ ഒരു ദൈവത്തിന് അറിയാം ഏത് സാഹചര്യത്തിൽ എങ്ങനെയാണ് നമ്മളെ നിയന്ത്രിക്കേണ്ടതെന്ന്. കാരണം മനുഷ്യന് അവന്റെ സാഹചര്യത്തിനനുസരിച്ച് നിയന്ത്രിക്കും. ഞാൻ ഒരു അംഗവൈകല്യം ഒരു കൊച്ചാ ജനിച്ചെങ്കിൽ അവരങ്ങനെ സൂക്ഷിക്കുകയൊന്നുമില്ല, അവര് വേഗത്തെടുത്തതിനെ വെളിയിട്ടല്ല. അപ്പൊ ദൈവത്തിന് അറിയാം. അതുകൊണ്ട് സാധാരണ ഒരു കുഞ്ഞ് ജനിച്ചതുപോലെയല്ല മോശ ജനിച്ചത്. മോശയുടെ ജനനത്തെങ്കിൽ തന്നെ അവനെ ദിവ്യസുന്ദരനായി ജനിപ്പിക്കാൻ കാരണം ആ കാലഘട്ടത്തിൽ ആ സമയത്ത് അവൻ ആ സൗന്ദര്യം കൊടുത്തില്ലെങ്കിൽ അവൻ ജീവനോടിരിക്കത്തില്ല, അവൻ നയനദിയിൽ എറിയപ്പെടും. എന്നാൽ വ്യത്യസ്തമായിരിക്കുന്ന ഒരു അനുഭവം അവന്റെ ജീവിതത്തിൽ ദൈവം അവന് കൊടുത്ത് ജനിച്ചപ്പോൾ തന്നെ
അവനെ കണ്ടതുപോലെ ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവാത്മാവിൽ ദൂത് പറയുകയാണ്. ദൈവം ചില ദൗത്യ നിർവഹണത്തിന് വേണ്ടി, ചില നിയോഗത്തിന് വേണ്ടി, ചില കഷ്ടതയുടെ കാലഘട്ടത്തിൽ ജനിപ്പിച്ചിരിക്കുന്ന ചില തലമുറകളുണ്ട്. അവരെ ദൈവത്തിന്റെ പ്രവൃത്തിയാല അനർത്ഥങ്ങളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ദൈവം അവരെ കൊണ്ടുവന്നത്, ഉയർത്തിക്കൊണ്ടുവന്ന് എത്രയോ അനർത്ഥങ്ങൾ, അപകടങ്ങൾ, മരിച്ചു പോകേണ്ട സാഹചര്യങ്ങളൊക്കെ വരുമ്പോഴും ദൈവിക ദൗത്യം നിറവേറ്റാൻ വേണ്ടി ദൈവം കണ്ടിരിക്കുന്നതിന് ദൈവം സൂക്ഷിക്കും. ഇവിടെ ഈ മോശ ഈ പറയുന്ന കുഞ്ഞ് 3 മാസം പേർന്നിട്ടില്ല. കാരണം പേരിടാൻ പറ്റത്തില്ല. ഇവർക്ക് അറിയത്തില്ല എന്താ സ്ഥിതി എന്ന് അറിയത്തില്ല. കുഞ്ഞിനെന്ത് ഭവിക്കുമെന്ന് അറിയത്തില്ല. എത്ര നാൾ ഇവനിങ്ങനെ വളരുമെന്ന് അറിയത്തില്ല. ആകെ ഭയപ്പെട്ടാണ് ഇവര് ഈ കൊച്ചിനെ അവിടെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഒച്ച വെക്കാതെ, ബുദ്ധിമുട്ടിക്കാതെ, പ്രയാസം ഉണ്ടാക്കാതെ എങ്ങനെയൊക്കെയോ ഇവർ വളർത്തിക്കൊണ്ടുവന്നു. 3 മാസം കഴിഞ്ഞപ്പോൾ പിന്നീട് അവനെ ഒളിച്ചു വെപ്പാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞാൽ, പിന്നീട് കൊച്ച് 3 മാസം കഴിഞ്ഞപ്പോൾ ഒച്ചയും ബഹളവും ഒക്കെ ഉണ്ടായി കഴിയുമ്പോൾ മറ്റുള്ളവർ പറയും, അതുകൊണ്ട് എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ട്, ആൺകുഞ്ഞാണ്, പെൺകുഞ്ഞാണെ കുഴപ്പമില്ല, ആൺകുഞ്ഞാണെന്ന് മനസ്സിലാകും. ആൾക്കാരെല്ലാം അറിയും. അടുത്തടുത്ത് അറിഞ്ഞ് ഒരാൾ അറിഞ്ഞാൽ പിന്നെ മതി. പിന്നെ ഈ ന്യൂസ് മുഴുവനും വെളിയിൽ വരും. ഫറവോന്റെ കൊട്ടാരത്തിലെത്തും. ആകെപ്പാട് വിഷയമായി തീരും. അതുകൊണ്ട് അവർ വിചാരിച്ചു, ഇനി ഇവനെ ഒളിച്ചു വെക്കേണ്ട, ഇവനെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ വന്നപ്പോൾ അവര് ഒരു ഞാങ്ങണപ്പെട്ടകം വാങ്ങി പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങളുടെ ഇടയിൽ വെച്ചു. നമുക്കറിയാം, ഈ ഞാങ്ങണപ്പെട്ടകം വാങ്ങി പശയും കീലൊക്കെ തേച്ച് അതിനെ എന്ന് പറഞ്ഞാൽ, ഞാങ്ങണെന്ന് പറഞ്ഞാൽ ബലമില്ലാത്തതാണ്. ഞാൻ അതിലേക്ക് പോകുന്നതൊക്കെ ഒരുപാട് ദൈവസ്മാ പ്രസംഗിച്ചു, അതിലേക്ക് പോകുന്നത് അതിന്റെ ആവശ്യകതയില്ല, നമുക്കറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പറയുന്നില്ല. അപ്പൊ ഈ ഞാങ്ങണയുടെ ബലം എത്രയേ ഉള്ളൂ. ഈ 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ വെള്ളത്തിൽ ഇടണം. പക്ഷേ ഒരു പെട്ടകം ഉണ്ടാക്കുവാൻ ഞാങ്ങണയുടെ പെട്ടകം വാങ്ങിയിട്ട് അവരതിനെ മോഡിഫൈ ചെയ്തു. അത് വെള്ളം കയറാതെയും ബലപ്പെടുത്തി പശയെ കൊണ്ടൊക്കെ തേച്ച് കഴിഞ്ഞപ്പോൾ ഞാങ്ങണകൾ തമ്മിൽ ബന്ധമുണ്ടായി. ഈ അകന്നിരിക്കുന്ന ബലമില്ലാത്തതിനെ പശ ചേർക്കണം കേട്ടോ. ഈ ദിവസങ്ങളിൽ ചിലതൊക്കെ അകന്നിരിപ്പുണ്ട്. അതിനെ സ്നേഹത്തിന്റെ പശ ഒന്ന് ദിവസങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ബലമുണ്ടാകാൻ ഇടയാത്തരും. അങ്ങനെയാണെങ്കിലും എല്ലാം ഒന്നായി നിന്ന് കഴിഞ്ഞാൽ ബലമുണ്ടാകും. മോശയെ എന്ന കുഞ്ഞിനെ വഹിക്കാനായിട്ട് അവർക്ക് മനസ്സിലായി, മോശയുടെ അമ്മയ്ക്ക് മനസ്സിലായി, ഈ പെട്ടകത്തിന് ഞാങ്ങണയ്ക്ക് ഒറ്റക്കൊറ്റയ്ക്ക് നിന്നാൽ പറ്റത്തില്ല, അതിന് ബലമില്ലാത്ത ഈറ്റ പോലുള്ളതാണ് ഞാങ്ങണ. അപ്പൊ അതുകൊണ്ട് അവൾ വിചാരിച്ചു, ഇതിനെ പശ കൊണ്ട് ചേർത്ത് ബന്ധിപ്പിച്ചിട്ട് കീലും കൂടെ ചേർത്ത് അടിച്ചു കഴിഞ്ഞാൽ വെള്ളം കയറത്തില്ല. അന്ന് ഒരു ബോട്ട് ഉണ്ടാക്കി, വെള്ളം കയറാത്ത അല്ലെങ്കിൽ ബലമുള്ള ഒരു ബോട്ട് ഉണ്ടാക്കി അതിൻ്റെ അകത്ത് കുഞ്ഞിനെ വെച്ചിട്ട് ഈ കൊണ്ടുപോയി ഞാങ്ങനയുടെ അരികെ കൊണ്ട് വെച്ചിട്ട് അവൻ്റെ പെങ്ങൾ നോക്കി നിൽക്കുകയാണ്. ഇന്ന് രാത്രിയിൽ ഈ ദൂരത്ത് നിൽക്കുന്ന അമ്മയ്ക്ക് വരാൻ കഴിയത്തില്ല, വെളിവരാൻ കഴിയത്തില്ല. ഈ പെങ്ങൾ ദൂരത്ത് നോക്കി നിൽക്കുകയാണ്. അവിടെ കൊണ്ടുവച്ച ശേഷമായി ഇവള് ദൂരെ നോക്കി നിൽക്കുന്നത് അവൻ എന്ത് ഭവിക്കുമെന്ന് അറിവാൻ അവൻ്റെ പെങ്ങൾ ദൂരത്ത് നിന്നു. ഇന്ന് രാത്രിയിൽ ചില ദൂരത്ത് നിന്ന് നോക്കുന്നുണ്ട്. എന്താണ് ആ കുടുംബത്തിന് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് വ്യക്തിക്ക് സംഭവിക്കാൻ പോകുന്നത്, എന്താണ് സഭയ്ക്ക് സംഭവിക്കാൻ പോകുന്നതെന്ന് ഭാരത്തോടെ നോക്കി നിൽക്കുന്ന ജീവിതമേ, ഇന്ന് ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്. എന്ത് സംഭവിക്കണമെന്നാണോ ദൈവം നിശ്ചയിച്ചിട്ടുള്ളത് അത് സംഭവിക്കുവാൻ വേണ്ടിയാ ദൈവം കാര്യങ്ങളെ കരുക്കൾ നിൽക്കുന്നത്. ഇവിടെ അവൾ ദൂരത്ത് മാറി നോക്കി നിൽക്കുകയാണ്. എന്ത് സംഭവിക്കും? ഈ മോശ എന്ന ദിവ്യസുന്ദരായിരിക്കുന്ന കുഞ്ഞിനെ അവൾ ഓമനത്വമുള്ള ആ കുഞ്ഞിനെ കണ്ടിട്ട് അവൾക്ക് ഒഴിവാക്കി പോകാൻ പറ്റിയില്ല. അവൾ ദൂരത്ത് നിൽക്കുക, അവൻ എന്ത് ഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി ദൂരെ നോക്കി നിൽക്കുന്ന ഈ പെങ്ങളെ കുറിച്ച് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്കറിയാം, മോശയുടെ പെങ്ങൾ മിരിയാമാണ്. അപ്പോൾ അവള് ദൂരത്ത് നോക്കി നിൽക്കുക, ഇങ്ങനെ നോക്കി നിൽക്കുക, ദൈവത്തോട് ഇങ്ങനെ യാചിച്ചുകൊണ്ട് നിൽക്കുക. ദൈവമേ, ഈ കുഞ്ഞിന് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ഞാൻ വിചാരിക്കുന്നത് ദൂരത്ത് നിന്ന് മാറി നോക്കി നിൽക്കുകയല്ല ചെയ്തത്, വാസ്തവത്തിൽ ഇസ്രായേലിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുക ചെയ്തത്. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ദൂത് പറയുക, എന്ത് സംഭവിക്കും, എന്ത് ഭവിക്കുമെന്ന് വിചാരിക്കുന്ന വിഷയങ്ങളിൽ മേൽ നീ ദൂരത്ത് നിന്ന് പ്രാർത്ഥിച്ചാൽ മതി, നീ ആഗ്രഹത്തോടെ നോക്കി നിന്നാൽ മതി. അതിൻ്റെ അവസാനം എന്താകുമെന്ന് ദൈവം കാണിച്ചു തരും. അതെ, നീ ഒരിക്കലും ദുഃഖം കണ്ട് മാറുവാൻ സമ്മതിക്കുകയില്ല.
ദൈവത്തിന് എല്ലാറ്റിനും പിമ്പിൽ ഒരു ഉദ്ദേശമുണ്ട്. ഇന്ന് എന്ത് ഭവിക്കുമെന്ന് ഭാരപ്പെടുന്ന ചിന്തയോടിരിക്കുന്ന ജീവിതമേ, നീ ദൂരത്താണെങ്കിലും ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ മതി. ദൈവത്തിന് അവിടെ അത്ഭുതം ദൈവം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. ഇവള് മാറിയെന്ന് ഇവൾ നോക്കി നിൽക്കുകയാ. ഞാൻ വിചാരിക്കുന്ന വെറുതെ നോക്കിയെന്ന് അവൾ നിൽക്കുകയല്ല, അവൾ ഉള്ളൊരുങ്ങി പ്രാർത്ഥിക്കുക. എന്താണ് എൻ്റെ ആങ്ങളയ്ക്ക് സംഭവിക്കാൻ പോകുന്നത്? എൻ്റെ പൊന്ന് ഓമന ആങ്ങളയ്ക്ക് എന്ത് സംഭവിക്കുമെന്നുള്ള ദുഃഖത്തോടു കൂടി അവൾ വളരെ ദൂരെ നിന്ന് നമ്മൾ വിചാരിക്കരുത് ഇങ്ങനെ കൊണ്ടുപോയി വെച്ചു നാടകം കാണുന്ന പോലെ ഒരു അഭിനയമല്ലത്, യാഥാർത്ഥ്യമാണ്. നമ്മളിതൊക്കെ വായിച്ചു പോകുമ്പോൾ ഒരുപക്ഷെ നമ്മൾ വായിക്കുന്ന ഒരു 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 നാടകം വായിക്കുന്ന പോലെ, സിനിമ വായിക്കുന്ന പോലെ അല്ല ഈ സംഭവം. ഇത് യാഥാർത്ഥ്യമാണ്. അവളുടെ വേദന വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെയാ അമ്മ, പിതാവ് ഭവനത്തിനകത്തുള്ളത്, അഗരോൻ ഒക്കെ വീട്ടിനകത്തുള്ളത്. പെങ്ങൾ വളരെ വിങ്ങിപ്പൊട്ടുന്ന ഹൃദയത്തോടെ ഈ നദീതീരത്ത് നിൽക്കുകയാണ്. അല്ലാതെ വെറുതെ വന്ന് നിൽക്കുകയല്ല. നിങ്ങൾ വിചാരിക്കണം, ഈ 3 മാസം പ്രായമുള്ളൊരു കുഞ്ഞിനെ ഞാങ്ങണ കൊണ്ടുള്ള പെട്ടകം ഉണ്ടാക്കി പശയെങ്കിലും തേച്ച് അവിടെ കൊണ്ട് വെച്ചിട്ട് ഇത് സിനിമ കാണുന്ന പോലെ നോക്കി നിൽക്കുന്നല്ല, അഭിനയമല്ല, യാഥാർത്ഥ്യമാണ്. യാഥാർത്ഥ്യത്തിൽ ഇവൾ നിന്ന് തകർന്ന ഹൃദയത്തോടെ നിൽക്കുക. എൻ്റെ ഉടപ്പറന്നവൻ എന്ത് സംഭവിക്കും എന്നുള്ള വേദനയോടെ ഇവൾ നോക്കി നിൽക്കുകയാ. ഇന്ന് രാത്രിയിൽ ദൂരെ സ്വന്തം ആൾക്കാരുടെ വിഷയങ്ങളെ ഓർത്തുകൊണ്ട് നിനക്കൊന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിൽ, നിസ്സഹായാവസ്ഥയിൽ നോക്കി നിന്ന് ഹൃദയം തകരുമ്പോൾ സ്വർഗം കാണുന്നുണ്ട്. എന്താണ് ചെയ്യേണ്ടതെന്ന് അവന്റെ പ്രവൃത്തിയാ മുഴുവനും നടക്കുന്നത്. ഓരോ പ്രവൃത്തി സംഭവിക്കുമ്പോഴും, ഓരോ കൽപ്പന വരുമ്പോഴും, ഓരോ വിഷയം വരുമ്പോഴും ദൈവത്തിന്റെ പ്രവൃത്തി നടക്കുമ്പോൾ ഉള്ളം നുറുങ്ങി കരയുവാൻ ദൈവചന്ദ്രൻ എഴുന്നേൽപ്പിച്ചിട്ടുണ്ട്. അത് ഈ മിരിയാം ദൂരെ നിന്ന് വളരെ ദുഃഖത്തോടെ അവൾ സങ്കടപ്പെട്ട് നിൽക്കുകയാ. എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയത്തില്ല എന്നുള്ള രീതിയിൽ അവൾ നോക്കി നിൽക്കുമ്പോൾ വേഗത്തിൽ തന്നെ ദൈവമായ കർത്താവ് കാര്യങ്ങളെ ഏറ്റെടുത്തു. സ്വർഗത്തിന്റെ പദ്ധതിയായിരുന്നു ഇവൻ ദൈവസുന്ദരനായി ജനിക്കണമെന്നും ഇവനെ ഇങ്ങനെ കൊണ്ടുവെക്കണമെന്നൊക്കെയുള്ള ബുദ്ധി പറഞ്ഞു കൊടുത്തും ദൈവാത്മാവ് തന്നെയാണ്. അല്ലെങ്കിൽ ഇവർക്ക് അത്ര പെട്ടെന്നൊന്നും ഇങ്ങനെയുള്ള ഐഡിയ ഒന്നും കിട്ടത്തില്ല. ദൈവം തന്നോളും കേട്ടോ, നമുക്ക് വേണ്ട ആലോചനയൊക്കെ കേട്ടോ, എന്ത് ചെയ്യണം എന്നുള്ളത്. നാം ബലഹീനത, നമുക്കൊന്നും അറിയത്തില്ല. നമ്മൾ വിചാരിക്കരുത് ഈ മോശയുടെ അപ്പനും അമ്മയും വളരെ ബുദ്ധിമാന്മാരോ ജ്ഞാനികളോ ഒന്നും ആയിട്ടല്ല. ദൈവത്തിനറിയാം എങ്ങനെ മോശ എന്ന വ്യക്തിയെ വളർത്തിക്കൊണ്ടുവരുവാൻ ദൈവത്തിനറിയാം. അത് ദൈവ പദ്ധതിയാകുമ്പോൾ അവനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് ആവശ്യമായ ജ്ഞാനം, പരിജ്ഞാനം സമയങ്ങളിൽ ദൈവം നൽകുന്നത് പോലെ ഇന്ന് രാത്രി നീ വിടുതൽ പ്രാപിക്കേണ്ടവനാണെങ്കിൽ നിന്നോട് കൂടെ ചേർന്ന് നിൽക്കുന്നവർക്ക്, നിന്റെ വിഷയമെടുക്കുന്നവർക്ക് വേണ്ടതായ ജ്ഞാനം പകർന്നു കൊടുക്കുവാൻ സ്വർഗത്തിന്റെ ദൈവത്തിനറിയാം. വിടുതൽ നൽകുന്നവനറിയാം എങ്ങനെ കാര്യങ്ങളെ സാധിപ്പിക്കണമെന്നോ. അല്ലാതെ ഇവര് ശ്വാസം പിടിച്ചിട്ടുള്ളവരൊന്നും അല്ല. ഞാൻ അങ്ങനെ കൊണ്ട് പട്ടം വാങ്ങിയിട്ട് ഇതിന്റെ ഈ പശയെങ്കിലും തേച്ച് ഇങ്ങനെ കൊച്ചിനെ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ലെന്നുള്ളത് ഇവർക്കൊന്നും അറിയത്തില്ല. പക്ഷേ അതിനുള്ള ചിന്തകൾ കൊടുത്തത് ദൈവമാ കൊടുത്തത്. സ്വർഗം പ്രവർത്തിച്ചോളും കേട്ടോ, നീ ഭാരപ്പെടണ്ട. ആര് എങ്ങനെയാണെന്നുള്ളത് ചിന്തിക്കേണ്ട, എന്ത് ചെയ്യണം. ദൈവത്തിന്റെ ഹിതപ്രകാരം സംഭവിക്കുന്ന കുടുംബങ്ങളെ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാ, ദൈവാത്മാവുള്ള കുടുംബത്തിന്റെ അകത്ത് നടക്കുന്ന സംഭവങ്ങൾ വേദനയുള്ളതാണെങ്കിലും ഇന്ന് രാത്രിയിൽ അതിനെ പരിഹരിക്കുവാൻ കഴിവുള്ളവൻ ആലോചന പറഞ്ഞു തരും. ഈ സന്ദേശം കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് ഭാരപ്പെട്ട് എന്ത് ഭവിക്കും എനിക്ക്, അല്ലെങ്കിൽ എന്ത് സംഭവിക്കും എൻ്റെ പ്രിയപ്പെട്ടവർക്കെന്നുള്ള ഭാരത്തോടെ ഇരിക്കുന്നെങ്കിൽ രാത്രി കരമുയർത്തി പറയണം, ഞങ്ങൾക്ക് വേണ്ടി മുന്നമേ സകലതും ഒരുക്കി അതതിൻ്റെ സമയത്ത് വേണ്ട ജ്ഞാനം തന്ന് അത് ചെയ്യുവാനുള്ള ദൈവത്തിന്റെ പദ്ധതി ചെയ്തിട്ടുണ്ട്. അവൻ ഒരിക്കലും ദോഷമായിട്ടൊന്നും ചെയ്യുകയില്ല. വളർത്തേണ്ടവനെ വളർത്തുവാൻ ദൈവം ശക്തൻ തന്നെയാണ്. മോശയെ നീ വളരണം, നീ നായകത്വം ഏറ്റെടുക്കണമെന്നുള്ള ദൈവ പദ്ധതിയാണെങ്കിൽ നിന്നെ മുക്കിക്കളയുവാൻ കഴിയത്തില്ല. അവിടെ നിയമം, രാജകൽപ്പന ഉണ്ടെങ്കിലും ആ കൽപ്പനയ്ക്ക് നിന്നെ ഇല്ലാതാക്കി കളയാൻ കഴിയത്തില്ല. കാരണം നീ സ്വർഗത്തിന്റെ കൽപ്പനയുടെ കൈക്കീഴിലാ ഇരിക്കുന്നത്. അതിന് മീതെ ഒരു ശക്തിക്കും പ്രവർത്തിപ്പാൻ കഴിയത്തില്ല. ക്രിസ്തുവിന്റെ രക്തത്തിൽ ജനിച്ച ദൈവജനം ഇന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യണം. നമുക്ക് മീതെയുള്ളത് ഇവിടുത്തെ പല നിയമങ്ങളും വരും, പക്ഷേ അതിനു മീതെ ഒരു രാജകീയ നിയമം, ഒരു രക്തത്തിന്റെ ജീവന്റെ നിയമമുണ്ട്. അത് മാത്രമേ ദൈവമക്കൾക്ക് വേണ്ടി പ്രാവർത്തികമാകുകയുള്ളൂ എന്ന് ആത്മാവിൽ ഞാൻ ദൂത് പറയുകയാണ്. ഇവിടെ ഈ രാജകൽപ്പനയുടെ ഫറവോന്റെ ഇരുമ്പ് പോലുള്ള മനസ്സുമായിട്ടുള്ള കൽപ്പനയ്ക്ക് ഭയങ്കര വിലയുള്ളതാ. അത് നിയമപരമായിട്ടുള്ളതാ. പക്ഷേ
അതിനെ ഇല്ലാതാക്കുവാൻ, അസാധുവാക്കുവാൻ അവന്റെ ജ്ഞാനത്തെ ഇല്ലാതാക്കി ദൈവത്തിന്റെ പരിജ്ഞാനത്താൽ മോശ രക്ഷപ്പെടുവാൻ ദൈവം വഴി ഒരുക്കി തന്നു. അതേക്കുറിച്ചാണ് തുറന്നു പറയുന്നത്. ഇവനെന്താ സംഭവിക്കുന്നുള്ളത് നോക്കി എന്ന് കഴിഞ്ഞപ്പോൾ ഏതായാലും ഈ വിട്ടിട്ട് വെറുതെ കളഞ്ഞിട്ട് പോവുകയല്ല ചെയ്തത്. അവർക്കൊരു ഉദ്ദേശമുണ്ടായിരുന്നു, ഇവ വളരണമെന്ന്. അവര് നദിയിൽ കൊണ്ടുവച്ചു, സുരക്ഷിതമായ രീതിയിൽ വെച്ചു. ആ സമയത്താണ് ഫറവോന്റെ മകള് പതിവില്ലാത്ത രീതിയിൽ എല്ലാ ദിവസവും വിളിക്കാൻ വരുമെന്ന് എനിക്കറിയില്ല. ഏതായാലും ഇവിടെ കൊട്ടാരത്തിൽ നിന്ന് വെളിയിൽ കൊണ്ടുവന്നു. അപ്പൊ ഇവിടെ ദൈവപ്രവൃത്തി ഉണ്ടാകുമ്പോൾ ചിലരെ ഇറക്കേണ്ട സ്ഥലത്ത് നിന്ന് ആ സന്ദർഭത്തിലേക്ക് അവിടെ കൊണ്ടുവരും. അത് ദൈവപ്രവൃത്തിയാ. സ്തോത്രം. കർത്താവ് കൊണ്ടുവന്നോളും. നമുക്ക് വേണ്ടി സഹായത്തിന് വേണ്ടി നാം ഓടി നടക്കുന്ന ആവശ്യം ദൈവം തരത്തില്ല. നമുക്ക് ദൈവികത പ്രകാരമുള്ള സമയത്തിന്റെ ആ സമയത്ത് രക്ഷിപ്പാനുള്ള അധികാരികളെ ദൈവം തന്നെ കൊണ്ടുവരും. ഇവിടെ ആ തക്ക സമയത്ത് എനിക്ക് പല സാക്ഷികളെ കുറിച്ചൊക്കെ പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. പക്ഷെ ഞാൻ അങ്ങനെ സാക്ഷികൾ പറയുന്നില്ല. കാരണം ഞാൻ കോവിഡ് വന്ന സമയത്ത് എനിക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു. അപ്പോൾ ആ സമയത്ത് ആരുമില്ല, എങ്ങനെ പോകുന്ന അടുത്തില്ല. ഞാൻ എൻ്റെ ഒരു സുഹൃത്തായ റെജിയോട് ഞാൻ പറഞ്ഞു, എൻ്റെ ബന്ധുവായി റെജിയോട് ഞാൻ പറഞ്ഞപ്പോൾ അതേ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവരവിടെ ചെല്ലുമ്പോൾ പറയുന്നത് അതിൻ്റെ മെയിൻ ഡയറക്ടറും പ്രധാനപ്പെട്ട ആൾക്കാർ ഇവരവിടെ ചെല്ലുമ്പോൾ അവർ ഇറങ്ങി വരുന്നതാണ്. ഇവരെ പരിചയമുണ്ട്. എന്തിനാ അവിടെ വന്ന് ചോദിച്ചപ്പോൾ ഇന്ന കാര്യമാണ് അവർ പറഞ്ഞു. അന്നേരം എന്നെ പറഞ്ഞു കൊണ്ടുവന്നോളാൻ പറഞ്ഞു. ഞങ്ങൾക്ക് ഒരു പ്രയാസം കൂടെ ഞങ്ങൾ രണ്ടുപേരെയും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് സമയത്ത് ദൈവം കൊണ്ടുവരും. നമ്മളെ രക്ഷിക്കാൻ വേണ്ടി ദൈവം പ്രവർത്തിച്ചുകൊള്ളും. ആരുടെയും പുറകെ നടക്കേണ്ട ആവശ്യമില്ല. സമയാസമയങ്ങളിൽ ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യും. ആരെയാണോ കൊണ്ടുവരേണ്ടത്, ഏത് അധികാരിയാണോ കൊണ്ടുവരേണ്ടത്, ആരെയാണോ കൊണ്ടുവന്ന് ആ സന്ദർഭത്തിൽ കൊണ്ടുവരേണ്ടത്, അതിനുള്ളതായ വഴികളെ തുറന്ന് നമുക്ക് നിസ്സഹാവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നാം ഓടി നടക്കുമ്പോൾ ദൈവം അതിന് വേണ്ട കാര്യങ്ങളെ ക്രമീകരിക്കും. പ്രിയപ്പെട്ടവർ, ഇവിടെയും അതാണ് ചെയ്തത്. ഈ ഫറവോന്റെ പുത്രി നദിയിൽ കുളിപ്പാൻ വന്നു. അവളുടെ ദാസിമാർ നദീരത്തുകൂടി നടന്നു. അവൾ ഞാങ്ങളുടെ ഇടയിൽ പെട്ടകം കണ്ടപ്പോൾ അതിനെ എടുത്തുകൊണ്ട് വരുവാൻ ദാസിയെ അയച്ചു. ഞാൻ പറഞ്ഞത് ഏതായാലും ഈ പെട്ടകത്തിൽ ഇരുന്ന് വെറുതെ ഇരിക്കില്ല. കൊച്ചല്ലേ, 3 മാസം കൊച്ചല്ലേ, അത് കരയാൻ തുടങ്ങി. അപ്പോൾ ആ ഒച്ച കേട്ടപ്പോഴാ മനസ്സിലായത് കൊച്ചുണ്ടായിരുന്നുള്ളത്. ഏതായാലും എടുത്തുകൊണ്ട് വന്നു. ഞാൻ അധികം ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. അവൾക്ക് അതിനോട് അലിവ് തോന്നി. ഒരിക്കലും ഫറവോന്റെ മകൾക്ക് അലിവുണ്ടാകത്തില്ല. കാരണം പിതൃപാരമ്പര്യമുണ്ടല്ലോ. ആ പാരമ്പര്യം വെച്ച് നോക്കുമ്പോൾ ഈ ഫറവോന്റെ സ്വഭാവം എന്തായാലും മകൾക്കുമുണ്ട്. അവൾ അങ്ങനെ പെട്ടെന്ന് അലിവ് തോന്നുന്നുമല്ല. പക്ഷേ ദൈവം ഇടപെട്ട് കഴിഞ്ഞപ്പോൾ ആ അലിവ്. ഞാൻ പറഞ്ഞ ഫറവോൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കഠിനഹൃദയനാ. അവന്റെ മകളാണ് ഈ പറഞ്ഞിരിക്കുന്ന ഈ രാജകുമാരിയായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അവൾക്ക് ദൈവം അലിവ് തോന്നി. ദൈവം കരുണ തോന്നുന്നതോട് ദൈവം കരുണ തോന്നും. ദൈവം കഠിനാകണമെന്നോ ദൈവം കഠിനാക്കുമെന്ന് പറയുന്നത്. ഫറവനോട് പറയുന്നത് അവനെ നിർത്തി. അപ്പോൾ ദൈവം അവനോട് കഠിനത കാണിച്ചുകൊണ്ട് അവന്റെ അനുസരിച്ച് ദൈവം കഠിനത കാണിച്ചു. പക്ഷെ കനിവ് തോന്നേണ്ട മോശയോട് അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തോട്, യഹൂദ ജനത്തോട് ദൈവം എന്ത് ചെയ്തു? അവിടെ കനിവ് തോന്നുവാനായിട്ട് ഇടയായിത്തീർന്നു. അപ്പോൾ ഇവിടെ അവർക്ക് കനിവ് തോന്നി എന്നാണ് പറയുന്നത്. പൈതലിനെ കണ്ടപ്പോൾ കുട്ടി ഇതാ കരയുന്നു. അവൾക്ക് അതിനോട് അലിവ് തോന്നി. ഇത് എബ്രായരുടെ പൈതങ്ങളിൽ ഒന്ന് എന്ന് പറഞ്ഞത് വേറെ ആരുമല്ല, എബ്രായരുടെ പൈതങ്ങൾ ഒന്ന്. കാരണം ഇവനെ നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി. ഈ ദിവ്യ സൗന്ദര്യം കണ്ടപ്പോൾ ആ ആകർഷണതയ്ക്കുള്ളിൽ ഫറവോന്റെ പുത്രിക്കും അലിവ് തോന്നി, സ്നേഹം തോന്നി. ഇവനെ ഉപേക്ഷിക്കാൻ തോന്നിയില്ല. കാരണം ദൈവം അത്രമാത്രം അട്രാക്ഷൻ, ആകർഷണീയത മോശയുടെ ജന്മത്തിൽ കൊടുത്തിരുന്നു. ആ ജനിക്കുന്ന സമയത്ത് അവൻ ആ ദിവ്യ സൗന്ദര്യമില്ലായിരുന്നെങ്കിൽ, സൗന്ദര്യമില്ലായിരുന്നെങ്കിൽ മോശയുടെ അപ്പനമ്മയോ അവന്റെ ഉടപ്പിറങ്ങുന്നവരോ ഇത്രമാത്രം അവനെ സൂക്ഷിച്ചു വെക്കത്തില്ലായിരുന്നു. ഈ പറയുന്ന ഒരു കുഞ്ഞിനെ, ബലഹീനതമായിരിക്കുന്ന കുഞ്ഞിനെയാണ് വെച്ചെങ്കിൽ ഈ ഫറവോന്റെ പുത്രിക്ക് അലിവ് തോന്നത്തില്ലായിരുന്നു. പക്ഷേ ദൈവമായ കർത്താവ് എവിടെയെല്ലാം ഏതെല്ലാം ഘട്ടങ്ങളിലൂടെ കടന്നു പോകണമോ അവിടെയെല്ലാം നിന്നെയും എന്നെ ജീവിപ്പിക്കുവാൻ വേണ്ടി ദൈവം അതതിൻ്റെ സ്ഥലത്ത് ദൈവം പദ്ധതി ഒരുക്കിയിട്ടുണ്ടെന്നുള്ളതും ഇന്ന് രാത്രിയിൽ മനസ്സിലാണ്. വീടിനകത്ത് വേണ്ട സംരക്ഷണം, വീടിനകത്ത് വേണ്ട കരുതൽ ദൈവം നൽകുവാൻ ദൈവം വിശ്വസ്തൻ. വെളിയിലിടുമ്പോൾ അവിടെ കരുതുവാൻ, അവിടെയും കനിവ് തോന്നുവാൻ, അലിവ് തോന്നുവാൻ, അതും സാധാരണക്കാർക്കല്ല, അവിടെ വേറെ ആ ഒരു ദാസിക്ക് തോന്നിയാൽ കൊണ്ടുചെല്ലാൻ കഴിയത്തില്ല.
ഈ കുഞ്ഞിനെ എടുത്ത് വളർത്താൻ പറ്റത്തില്ല. വേറെ ആരെങ്കിലും കണ്ടാൽ അത് പ്രയാസമാണ്. ഞാൻ പറഞ്ഞത് ദൈവത്തിന്റെ പദ്ധതിയുടെ ആ വലിയ മഹത്വത്തെയാണ് ഇത് രാത്രി ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്. ഞാൻ ആലോചിച്ച് വേറെ ആരെങ്കിലും കൊച്ചിനെ കണ്ടിരുന്നെങ്കിൽ കൊച്ചിനെ എടുത്തുകൊണ്ട് എങ്ങും പോകാൻ പറ്റത്തില്ല, അതിനെ കൊന്നുകളഞ്ഞേ പറ്റുള്ളൂ. പക്ഷേ രാജാവിന്റെ പുത്രിക്ക് തന്നെ അലിവ് തോന്നത്തക്കവണ്ണം അവളുടെ കരത്തിലാണ് ദൈവം ഏൽപ്പിച്ചു കൊടുത്തത്. ദൈവത്തിനറിയാം അവളുടെ കരത്തിൽ ചെന്നെങ്കിൽ മാത്രമേ മോശ വളരുവുള്ളൂ. രാത്രിയിൽ ചിലരെ വളർത്താൻ ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട്. തളർത്താൻ വേണ്ടി, ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ദൈവം വളർത്താൻ വേണ്ടി കണ്ടതിനെ ദൈവം ഏറ്റവും ശക്തമായ കരങ്ങളിൽ തന്നെ ഏൽപ്പിക്കും. മറ്റാർക്കും എതിർ പറയാൻ കഴിയാത്ത, വേറൊരു രീതിയിലും എതിർക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ ഫറവോൻ അറിഞ്ഞു കഴിഞ്ഞാൽ കൊന്നു കഴിയും. പക്ഷേ ഈ മോശയെ എടുത്തത് മറ്റാരുമല്ല, ഫറവോന്റെ മകളാണ്. ഫറവോന്റെ മകൾ എടുത്തത് കൊണ്ടാണ് പ്രയാസമൊന്നുമില്ല. അവിടെ കൂടെ വന്ന ഒരു ദാസി എടുത്തത് പോയാൽ ഫറവോന്റെ മകൾ പറഞ്ഞത് അതിനെ നദിയിട്ട് കൊല്ലാൻ പറഞ്ഞു. പക്ഷെ ഇവിടെ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളിതേക്കുറിച്ച് ചിന്തിക്കേണ്ടത് രാത്രിയിൽ കൂടുതലൊന്നും നമ്മളിതേക്കുറിച്ച് ഭാരപ്പെടേണ്ട. എന്ത് ഭവിക്കും എന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. ദൈവത്തിന് വിടുവിക്കാൻ പദ്ധതി ഉള്ളത് കൊണ്ടാണ് ദൈവം ആ വിഷയത്തെ ഏറ്റെടുക്കുന്നത്. അതുകൊണ്ട് ദൈവം തന്നെ ആ കാര്യങ്ങളെ ക്രമീകരിച്ച് ആ ഫറവോന്റെ പുത്രി ആ കുഞ്ഞിനോട് അലിവ് തോന്നി അവനെ എടുത്തുകൊണ്ട് പോയതുപോലെ എടുത്ത് ആരെയാണോ ജനിച്ച് അവൻ വീണ് കഴിഞ്ഞപ്പോൾ അവന് മുല കൊടുത്ത് വളർത്തുവാൻ വേണ്ടി ആരെ നോക്കണമെന്നുള്ളത് നോക്കി നിൽക്കുമ്പോഴാണ് ഫറവോന്റെ പെങ്ങൾ അവന്റെ പെങ്ങൾ ഫറവോന്റെ പുത്രിയോട് ഈ പൈതലിന് മുല കൊടുക്കേണ്ടതിന് ഒരു എബ്രായ സ്ത്രീ ഞാൻ ചെന്ന് വിളിച്ചു കൊണ്ടുവരണമോ എന്ന് ചോദിച്ചു. എന്ത് ഭവിക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നോക്കി നിന്നവളാ. ഇവിടെ എന്തായിരിക്കും ഇവന്റെ അവസാനം നോക്കി നിന്നതാ. ദൈവാത്മാവ് അവളെ പിടിച്ചു നിർത്തിയത് അവിടെ കേട്ടോ. ഈ മോശയുടെ പെങ്ങളെ ആ നദിയുടെ തീരത്ത് ദൂരത്ത് അവളെ അവിടെ പിടിച്ചു നിർത്തിയത് ദൈവാത്മാവാ. ചില കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ചിലരെ ദൈവം ദൂരത്ത് നിർത്തിയിട്ടുണ്ട് കേട്ടോ, വിടുതലിന് വേണ്ടിയിട്ട്. കാരണം വെക്കുക മാത്രമല്ല, അതിന്റെ അവസാനം എന്താകുമെന്ന് അറിയാൻ വേണ്ടി കൂടി ഈ തകർന്ന ഹൃദയത്തോടെ നോക്കി നിൽക്കുന്ന ഈ മോശയുടെ പെങ്ങൾക്ക് മനസ്സിലായി നല്ല സമയത്താണ് ഇത് കൊണ്ടുവച്ചിരിക്കുന്നത്. ഇപ്പോൾ എടുത്തിരിക്കുന്നത് ഫറവോന്റെ പുത്രി ആയതുകൊണ്ട് ഇവൾ അടുത്ത് വന്ന് ചോദിക്കുക, ഈ എബ്രായ സ്ത്രീയുടെ മകനാണെന്ന് പറയുന്നൊക്കെ കേട്ടു. അതുകൊണ്ട് ചോദിക്കും, ഞാൻ ഈ ഒരു എബ്രായ സ്ത്രീയെ വിളിച്ചുകൊണ്ട് വരണമോ എന്ന് ചോദിച്ചപ്പോൾ അവൻ അനുവാദം കൊടുക്കുകയാണ്. കന്നി ചെയ്യുന്ന പൈതലിന്റെ അമ്മയെ വിളിച്ചുകൊണ്ട് വന്നു. ഫറവോന്റെ പുത്രി അവളോട്, നീ ഈ പൈതലിനെ കൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തേണം, ഞാൻ നിനക്ക് ശമ്പളം തരാമെന്ന് പറഞ്ഞു. സ്ത്രീ പൈതലിനെ എടുത്തുകൊണ്ടുപോയി മുല കൊടുത്ത് വളർത്തിയില്ല എന്ന് ഇല്ലാതാക്കിക്കളയുമെന്ന് വാത് കിട്ടിയ സ്ഥലത്താണ് ദൈവമായ കർത്താവ് പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ഈ ബാല്യ എന്ന് പറഞ്ഞാൽ ഇവനെ ഒരു വളർത്തിക്കൊണ്ടൊന്ന് കൊട്ടാരത്തിൽ കൊണ്ട് കൊടുക്കുന്നവരെയുമുള്ള സകല ഉത്തരവാദിത്വവും ആർക്ക് കൊടുത്തു? ഈ മോശയുടെ അമ്മയ്ക്ക് തന്നെ കൊടുത്തു. അവർക്കാർക്കും പേരിടാനുള്ള അവകാശമില്ലായിരുന്നു, പേരിട്ടില്ല. അപ്പോൾ ഇവിടെ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട വിഷയം, ഇത് ദൈവത്തിൻ്റെ കാര്യ സംഭവമായതുകൊണ്ടാണ് ഇതെല്ലാം അതിശയകരമായിട്ട് നടക്കുന്നത്. ആലോചിച്ച് നോക്ക്, ഇതാരെങ്കിലും എഴുതി വെച്ച ഒരു കഥയല്ല, ഒരു നോവലല്ല, ഒരു സിനിമയല്ല. എന്നാൽ ഇതിൻ്റെ സന്ദർഭം നമ്മൾ പഠിച്ചു കഴിയുമ്പോൾ എത്ര സുന്ദരമായിട്ടാണ്, എത്ര പരിജ്ഞാനത്തോടെയാണ് ദൈവം കാര്യങ്ങളെല്ലാം ചെയ്തെന്നുള്ളത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യണം. നമ്മുടെ എല്ലാം ജീവിതത കഥ നമ്മളെ എത്ര അത്ഭുതകരമായിട്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അല്ലേ. അത് അത്യന്തം പരിജ്ഞാനകരമാകുന്നു. എനിക്കത് ഗ്രഹിക്കാൻ കഴിയത്തില്ലെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അപ്പം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ ഒരു വലിയൊരു അത്ഭുതമായിട്ടാണ് ദൈവം സൃഷ്ടിച്ചിരിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ഭാവിയോടുള്ള ബന്ധത്തിൽ എല്ലാ കാര്യങ്ങളും അത്ഭുതങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് മനുഷ്യനോടുള്ള ബന്ധത്തിൽ എല്ലാ കാര്യങ്ങളും അത്ഭുതമാണ്. ഇവിടെ മോശയോടുള്ള ബന്ധത്തിലെ എല്ലാ കാര്യങ്ങളും അത്ഭുതകരമായ രീതിയിൽ തന്നെയാണ് ദൈവം ചെയ്യുന്നത്. ഈ എബ്രായ സ്ത്രീ വിളിച്ചുകൊണ്ടുവന്ന് ഏത് വീട്ടിൽ നിന്നാണോ ഞാങ്ങണപ്പെട്ടകം ഉണ്ടാക്കി അവനെ കൊണ്ടുപോയി പുറത്തിട്ടത്, അവനെ ആ വീട്ടിന്റെ അകത്തളത്തിൽ കൊണ്ടുപോയി ധൈര്യത്തോടെ വളർത്തുവാനുള്ള വേദി അല്ലെങ്കിൽ സന്ദർഭം ഒരുക്കി കൊടുത്തു. എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ച് നോക്കിയിരുന്ന കുടുംബം നോക്കുന്നത്
അധികം സമയം ചെലവാക്കിയില്ല. ഏകദേശം ചില മണിക്കൂറിനുള്ളിൽ ഈ മകനെ മടക്കി അമ്മയുടെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ ഏത് വീട്ടിൽ നിന്നാണോ ഒളിച്ചു വെച്ച് അവിടെ താമസിപ്പിച്ചത് അവിടെ പിന്നെ ഒളിച്ചു പാർക്കേണ്ട ആവശ്യമില്ല. അവന് വേണ്ടതായ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്ത് സ്വാതന്ത്ര്യത്തോടെ ജീവിപ്പാൻ, അവന് നടക്കുവാൻ, വെളി വരുവാൻ ഉള്ള എല്ലാ അധികാരത്തോടും കൂടിയുള്ള ഒരു അവകാശം അല്ലെങ്കിൽ അധികാരം ഈ മോശയുടെ വീട്ടിൽ ദൈവം ഫറവോന്റെ മകൾ മുഖാന്തരം കൊടുത്തു. എങ്ങനെയാ 3 മാസം വരെ താമസിച്ചത്? എങ്ങനെയാ? ഒളിവിലായിരുന്നു, വളരെ പ്രയാസപ്പെട്ടായിരുന്നു, കൊച്ചു കരയുമ്പോൾ വാടച്ചു പിടിക്കുമായിരുന്നു, അങ്ങനെ പല ബുദ്ധിമുട്ടായിരുന്നു. 3 മാസം നീ ഭാരപ്പെടണം കേട്ടോ. പക്ഷേ അത് കഴിയുമ്പോൾ നിന്റെ പ്രവാസമൊക്കെ മാറ്റും, നിന്റെ ബുദ്ധിമുട്ടെല്ലാം മാറ്റും. ദൈവ കാര്യങ്ങളെ നിയന്ത്രിച്ചു കഴിഞ്ഞില്ലേ? 3 മാസം വളരെ ബുദ്ധിമുട്ടായിരുന്നു, വീട്ടില് അനങ്ങാൻ കഴിയത്തില്ലായിരുന്നു, മിണ്ടാൻ പറ്റത്തില്ലായിരുന്നു, ആകെ ബുദ്ധിമുട്ടായിരുന്നു, ആരും അറിയതെന്ന് രഹസ്യത്തിലായിരുന്നു എല്ലാം പോയിക്കൊണ്ടിരുന്നത്. ഒരു ചലനം പോലും ഉണ്ടാകാതെ, ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടെന്ന് പോലും അറിയാതെ രഹസ്യത്തിൽ അവർ വെച്ചുകൊണ്ടിരിക്കുക. 3 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ വെളിയിലിട്ട് കഴിഞ്ഞപ്പോൾ ദൈവം എന്ത് ചെയ്തു? ആ വീട്ടിൽ തന്നെ കൊണ്ടുപോയി അവനെ വളർത്താനുള്ള സ്വാതന്ത്ര്യം കൊടുത്തെന്ന് രാത്രി ദൂത് മനസ്സാൻ വിചാരിക്കുന്നു. എവിടുന്നാണോ പുറത്തെടിവിച്ചത്, വേദനയോടാ പുറത്തെടിയിച്ചത്, അതെ, വേദനയോടെയാണ് ഒഴിവാക്കി വിട്ടത്. ചില കുഞ്ഞുങ്ങളെ നീ പറഞ്ഞു വിട്ടത് വേദനയോടെയാ, അതെ, ഭാരത്തോടെയാ അയച്ചിരിക്കുന്നത്. ഭാരപ്പെട്ടു പോകേണ്ട. ചില മാസങ്ങൾ, ചില ദിവസങ്ങൾ കഴിഞ്ഞു കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് വലിയ പ്രവൃത്തി ചെയ്തെടുത്ത് അവരെ ഒരുമിച്ച് സന്തോഷത്തോടെ കൊണ്ടുവരുവാൻ ദൈവത്തിന്, ഞാൻ പറഞ്ഞത് ദൂതാണ്. ചില വിഷയങ്ങളുടെ ബന്ധത്തിൽ ഭാരപ്പെടുന്ന ചില വ്യക്തികളോട് ദൈവാത്മാവ് പറയുക, വേദനപ്പെട്ട ചില വിഷയങ്ങൾ അയച്ചിട്ടുണ്ടെങ്കിൽ അതിനെ സന്തോഷത്തോടെ അതിനെ ആക്കി തീർക്കുവാൻ ദൈവത്തിന് കഴിയും. പിന്നെ ഈ വീട്ടിൽ സന്തോഷമാണ്, അല്ലെ? ഞാൻ വിചാരിക്കുന്ന അബ്രഹാമിന്റെ വീട്ടിൽ, മോശ ജനിച്ച വീട്ടിൽ ദൈവിക സന്തോഷമുണ്ടാകുവാൻ ഇടയാത്തീർന്നു. അവിടെ കുഞ്ഞിനെ അവർ കളിപ്പിക്കാൻ തുടങ്ങി, അവര് താരാട്ട് പാടാൻ തുടങ്ങി. ഒരു കുഴപ്പമില്ല. കാരണം എന്താ? ഒരു പ്രശ്നമില്ലാത്തതിന്റെ കാരണം ഇവൻ വ്യത്യസ്തതയുള്ളവനായിരുന്നു. ഫറവോന്റെ മകൾ എടുത്തു കൊടുത്തത് കൊണ്ട് അവർക്കാർക്കും മറ്റാർക്കും ഒന്നും പറയാൻ കഴിയത്തില്ല. ചോദിക്കുമ്പോൾ അവർക്കറിയാം ഇത് ഫറവോന്റെ മകളുടെ കൽപ്പന പ്രകാരമാണ് മോശ വളരുന്നത് കൊണ്ട് അവിടെ വീണ്ടും സ്വാതന്ത്ര്യമുണ്ടായതുപോലെ ദൈവം ചില അനുകൂലമായ സാഹചര്യങ്ങളെ ഒരുക്കിയെടുത്ത് ഇന്ന് രാത്രിയിൽ ദുഃഖത്തെ മാറ്റി, നിന്റെ രഹസ്യമായിരിക്കുന്ന കരച്ചൽ മാറ്റി, ഭാരത്തെ മാറ്റി, നിനക്കത് സാധിക്കത്തില്ലെന്ന് കണ്ടുകൊണ്ട് നീ വെളിയിലിട്ടാൽ പോലും നിന്റെ അകത്തതിനെ മടക്കിക്കൊണ്ടിരുവാൻ ദൈവത്തിന് കഴിയുമെന്ന് കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഇന്ന് രാത്രി ചില വിഷയങ്ങളുമേൽ ദൈവത്തിന്റെ പ്രവൃത്തി മുഖാന്തരം ബന്ധനമഴിയാൻ പോകുക, അത് ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ ഭാരപ്പെട്ട ജീവിതമേ, ഈ ദിവസങ്ങളിൽ എന്നെ കൊണ്ടത് കഴിയത്തില്ല എന്ന് പറഞ്ഞ് നീ അത് പുറത്തിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി ദൈവാത്മാവ് പറയുക, അതിന്മേൽ ചില പ്രവൃത്തികൾ ചെയ്തതിൽ അധികാരത്തോടു കൂടി ആ വിഷയത്തെ മടക്കി തരുവാൻ ദൈവത്തിന് കഴിയും. എന്റെ യേശുവിന് കഴിയും, ദൈവത്തിന് കഴിയും. ദൈവം പ്രവർത്തിപ്പാൻ ശക്തൻ തന്നെ. ഈ വീടിന്റെ സ്ഥിതിയൊക്കെ മാറി. അന്ന് വരെ ഈ കരച്ചിലും ബഹളവും പ്രശ്നവും ദുഃഖവും എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഓരോ ദിവസം ചെല്ലും തോറും ഇവിടെ ഹൃദയം ഇങ്ങനെ സ്പന്ദിക്കും തോറും വളരെയധികം വേദനയോടായിരുന്നു. കുഞ്ഞിന്റെ ഒരു ദിവസം കഴിഞ്ഞ്, 2 ദിവസം കഴിഞ്ഞ്, 3 ദിവസം കഴിഞ്ഞ്, 1 മാസം കഴിഞ്ഞു, 2 മാസം കഴിയുമ്പോഴത്തേന് ടെൻഷൻ കൂടുകയാണ്. അങ്ങനെ ടെൻഷൻ കൂടി 3 മാസമായപ്പോഴത്തേന് അവരുടെ ടെൻഷൻ അങ്ങ് വല്ലാതായി തീർന്നു. മനസ്സിലായി ഇനി മുമ്പോട്ട് പോകാൻ കഴിയത്തില്ല എന്ന് വിചാരിച്ച് പുറത്തു കൊണ്ടിട്ടു. സ്തോത്രം, അല്ലെ? അങ്ങനത്തെ ചില വിഷയങ്ങളുമായിട്ടാണ് ഇരിക്കുന്നെങ്കിൽ ദൈവാത്മാവ് പറയുക, അതിന്മേൽ ദൈവം കണ്ടിട്ടുണ്ട്. നിന്റെ ജീവിതത്തിന്റെ ടെൻഷൻ കൂടുന്നത്, നിന്റെ ഭാരം കൂടുന്നത്, വേദന കൂടുന്നത്, എന്ത് ചെയ്യണമെന്നറിയാതെ ഭാരപ്പെടുന്ന സന്ദർഭങ്ങളിൽ ദൈവം പറയും, നീ ആ വിഷയം വെളിയിലേക്ക് കളഞ്ഞേക്കാൻ പറയും. പക്ഷേ ആ വിഷയത്തെ, അത് ദൈവത്തിന്റെ കൃപയാൽ അതിനെ ജീവിപ്പിച്ചു കൊണ്ടുവരുവാൻ, നീ നഷ്ടപ്പെടുത്തി കളഞ്ഞതിനെ, വേണ്ട എന്ന് വിചാരിച്ചതിനെ, ഇനി അതിൽ പ്രതീക്ഷയില്ലെന്ന് വിചാരിച്ചതിനെ ദൂരത്ത് നോക്കി നിൽക്കുകയും എന്ത് സംഭവിക്കുമെന്ന് വിചാരപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവം അതിനെ അകത്തു കൊണ്ടുവന്ന് സ്വാതന്ത്ര്യത്തോടെ വളർത്തുവാൻ മോശയുടെ അപ്പനും അമ്മയ്ക്കും അവന്റെ സഹോദരങ്ങൾക്കും വഴിയൊരുക്കി കൊടുത്തെങ്കിൽ ഇന്ന് രാത്രി കരമുയർത്തി സ്തോത്രം ചെയ്താട്ട് ഈ ദൈവം വലിയവനാണ്, ഈ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. എത്ര പേർ വിശ്വസിക്കുന്നു? ഞാനും നിങ്ങളും അറിയാതെ തന്നെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിക്കായി സ്തോത്രം ചെയ്യാം. എന്ത് സംഭവിക്കുമെന്നുള്ള ആ ഭാരമെല്ലാം ഇവിടെ ഹൃദയത്തിൽ മാറി ഇവർക്ക് മനസ്സിലായി, ഒന്നേ സംഭവിക്കുകയുള്ളൂ, ഇവൻ ഇനി കൊട്ടാരത്തിൽ വളരുവാൻ
ഉള്ളവനാണ്. എന്താണ് വീട്ടിൽ പറയുന്നറിയാവോ? നീ ഇവിടെ വളരാനുള്ളതല്ല കുഞ്ഞെ, നീ വളരേണ്ടത് കൊട്ടാരത്തിൽ വളരേണ്ടവനാ. നീ കൊട്ടാരത്തിൽ വളരാൻ വേണ്ടി ജനിച്ചവനാ. അവനെ സമയമായപ്പോൾ ഫറവോന്റെ പുത്രി എന്ത് ചെയ്തു? അവന്റെ ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ പൈതൽ വളർന്ന ശേഷം അവനെ ഫറവോന്റെ പുത്രിയുടെ അടുക്കൽ കൊണ്ടുപോയി അവൾക്ക് മകനായി ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് വലിച്ചെടുത്തു എന്ന് പറഞ്ഞ് അവന് മോശ എന്ന പേരിട്ടു. അവളാണ് മോശ എന്ന് പേരിട്ടത്. ഞാൻ വെള്ളത്തിൽ നിന്ന് അവനെ വലിച്ചെടുത്തെന്ന് പറഞ്ഞുകൊണ്ട് അവന് മോശ എന്ന പേരിട്ടു. ഇതിന് മുകളിൽ നമ്മൾ വായിക്കേണ്ടത് പൈതൽ വളർന്ന് ശേഷം അവനെ ഫറവോന്റെ പുത്രിയാണ്. ഈ മുല കൊടുത്ത് വളർത്തുന്നതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ ചരിത്രം കൂടി ഈ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ, BBSC പഠിപ്പിക്കുന്ന പോലെ അവരെന്ത് ചെയ്തു? കുഞ്ഞിനെ പഠിപ്പിച്ചു കൊണ്ടു. കാരണം ഇവൻ ഇനി പോകേണ്ടത് മിസ്രൈമിയ കൊട്ടാരത്തിലേക്കാണ് പോകുന്നത്. എന്നാൽ ചെറുപ്രായത്തിൽ തന്നെ ദൈവത്തിന്റെ വചനത്തെയും ദൈവ മക്കളെയും കുറിച്ചുള്ള കാര്യങ്ങൾ മോശയുടെ ഈ മാതാപിതാക്കൾ ആ ചരിത്രം ഈ കൊച്ചിനെ പഠിപ്പിച്ചിരുന്നു. അതുകൊണ്ടാണ് അവൻ വളർന്നപ്പോൾ അവന്റെ സഹോദരന്മാരെ വന്ന് കാണണമെന്നുള്ള ആഗ്രഹമുണ്ടായത്. ചെറുപ്രായത്തിൽ കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുന്ന വചനം അത് വളരുമ്പോൾ അത് മടങ്ങി വരും. അതുകൊണ്ടാണ് പറയുന്നത്, നിന്റെ അപ്പത്തെ വെള്ളത്തിന്മേലെറിയുക, ഏറിയ നാൾ കഴിഞ്ഞിട്ട് അത് മടങ്ങി വരുമെന്ന്. നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങളോട് എന്തിനാ വചനം പറഞ്ഞു കൊടുക്കുന്നെന്ന്. നമ്മൾ വിചാരിക്കും കുഞ്ഞുങ്ങളെ എന്തിനാ പാട്ട് പഠിപ്പിക്കുന്നത്. രാത്രി ചില ആത്മാവിൽ കുറിച്ചിട്ടോ, നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ശുശ്രൂഷയാണ് കുഞ്ഞുങ്ങളുടെ ഉള്ളിലേക്ക് ക്രിസ്തുവിന്റെ സ്നേഹത്തെ പകരുന്നത്. ഇതുവരെയും നിങ്ങളുടെ കൊച്ചു കുഞ്ഞുങ്ങൾക്ക് ദൈവത്തിന്റെ വചനം പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ, പാട്ടവിടെ ചെവിയിൽ പാടിക്കൊടുത്തിട്ടില്ലെങ്കിൽ, യേശു എന്ന പേര് അവിടെ ചെവിയിൽ പറഞ്ഞു കൊടുത്തിട്ടില്ലെങ്കിൽ, ഇന്ന് മുതൽ തുടങ്ങിക്കൊള്ളുക. അത് പ്രായമാകുമ്പോൾ മടങ്ങി വരും. അതുകൊണ്ടാണ് മോശയുടെ മാതാപിതാക്കളുടെ കയ്യിൽ തന്നെ ദൈവം അവനെ കൊടുത്തത്. പിന്നീട് അവൻ മിസ്രൈമ സകല അഭ്യാസങ്ങളും പഠിക്കാനുള്ളവനാ. എന്നാൽ അതവൻ പഠിച്ച് അതിന്റെ പിന്നാലെ പോകാതിരിക്കണമെങ്കിൽ അവന്റെ ഉള്ളിൽ ആദ്യം തന്നെ ദൈവത്തിന്റെ വചനം നിക്ഷേപിച്ചതുപോലെ ലോകത്തിലേക്ക് ഇറക്കിവിടുന്ന നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ദൈവത്തിന്റെ വചനം ഇട്ടിട്ടുണ്ടെങ്കിൽ അവൻ എവിടെ പോയാലും ലോകത്തിലായി പോകത്തില്ല. അതിന്റെ സമയത്ത് മടങ്ങി വരുന്നത് പോലെ ദൈവപ്രവൃത്തി ഉണ്ടാകും. അതിനാണ് കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ദൈവവചനം നാം ചെറുപ്രായത്തിൽ മുതലേ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ദൈവസഭയുടെ പ്രത്യേകതയാണ്. നാം കുഞ്ഞുങ്ങളെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുന്നവർക്ക് ദൈവവചനം പറഞ്ഞു കൊടുക്കുന്നവരെ വചനം കാണാതെ പഠിപ്പിക്കുന്ന, സങ്കീർത്തനങ്ങൾ കാണാതെ പഠിപ്പിക്കുന്നത് അതൊന്നും വെറുതെയല്ല പ്രിയപ്പെട്ടവരെ. ലോകത്തിന്റെ കണക്കുകളൊക്കെ പറഞ്ഞു കൊടുത്ത് ABCD ഒക്കെ നമ്മൾ പഠിപ്പിക്കാൻ വേണ്ടി ഒരുപാട് സമയമെടുക്കാറുണ്ടെന്നാൽ ദിവസങ്ങൾ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അതൊക്കെ അഭ്യസിപ്പിക്കാൻ വേണ്ടിയുള്ള സ്കൂളും കോളേജുകളും തലങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷേ ചെറുകുഞ്ഞുങ്ങൾക്ക്, നമ്മുടെ വീട്ടിൽ വളരുന്ന കുഞ്ഞുങ്ങൾക്ക്, അവർക്ക് ഈ ദിവസങ്ങളിൽ യേശു എന്ന ആ പേരിനെ കുറിച്ചും ക്രിസ്തുവിനെ കുറിച്ചും ദൈവരാജ്യത്തെക്കുറിച്ചും ദൈവസഭയെക്കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ പറഞ്ഞു കൊടുത്ത് വളർത്തിക്കൊണ്ടു വന്നാൽ ഒരു സമയം കഴിയുമ്പോൾ അവർ മടങ്ങി വരും. മോശ കുറച്ചു കഴിഞ്ഞപ്പോൾ 40 വയസ്സായപ്പോൾ അവന്റെ ചെറുപ്രായത്തിൽ പറഞ്ഞു കിട്ടിയ ഒരൊറ്റ വാക്യം പോലും അവൻ വിട്ടുകളഞ്ഞില്ല. എല്ലാ മിസ്രൈമിയ അഭ്യാസങ്ങൾ പഠിച്ചപ്പോഴും എല്ലാം തികഞ്ഞപ്പോഴും അവന്റെ ഉള്ളിൽ അവൻ ആദ്യം കേട്ട ചില കാര്യങ്ങളുണ്ടായിരുന്നു. അവന്റെ അപ്പൻ ഉൾപ്പെടെയുള്ള പലരും ആ മിസ്രൈമിയ ദേശത്ത് കിടന്ന് കഷ്ടം സഹിക്കുന്നത് അവന് കാണുവാൻ ഇടയാത്തുന്നു. രാത്രി പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവ് ഞാൻ ദൂത് പറയുക, കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവർ കണ്ടാ വളരുന്നത്, മാതാപിതാക്കൾ അനുഭവിക്കുന്ന വേദനയും കഷ്ടതയും ഭാരവും കണ്ടു കഴിയുമ്പോൾ, അതിന് വളർച്ച പ്രാപിക്കുമ്പോൾ, അവർക്ക് നന്മ ലഭിക്കുമ്പോൾ അവർ അവിടെ കൊണ്ട് ഒതുങ്ങിപ്പോകുന്ന പലരും പറയും അപ്പനെയും അമ്മയും നോക്കുന്നില്ലെന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയല്ല. നോക്കേണ്ട സമയത്ത് നോക്കുവാൻ വേണ്ടി ചെറുപ്രായത്തിൽ തന്നെ അവർക്ക് ജീവിതത്തിന്റെ വഴികളെ കാണിച്ചു കൊടുക്കാമെങ്കിൽ നിന്നെ മറന്ന് ആരും പോകത്തില്ല. രാത്രിത്തെ അവർക്ക് പറയാൻ കഴിയും, അതെ, ഈ തലമുറയിൽ ദൈവത്തിന്റെ വചനത്തിനനുസരിച്ച് വളർത്തിക്കൊണ്ടുവന്നാൽ ആ വളർന്നു വരുന്ന ഒരൊറ്റ കുഞ്ഞുങ്ങൾ പോലും
മാതാപിതാക്കളെ ഉപേക്ഷിച്ച് കളയത്തില്ല. ഞാൻ ആത്മാവിൽ ദൂത് പറയുക. അതുകൊണ്ട് ലോകത്തിന്റെ ജ്ഞാനമല്ല ഓതിക്കൊടുക്കേണ്ടത്. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ വചനം കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ ദൈവസ്നേഹത്തെക്കുറിച്ചും ദൈവസഭയെക്കുറിച്ചും കർത്താവ് വരുന്നതിനെക്കുറിച്ചും ഒക്കെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ അവരുടെ ഉള്ളിലേക്ക് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ വചനം അവരെ പഠിപ്പിക്കണം, വചനം അവരെ കേൾപ്പിക്കണം. അത് പാട്ടിലൂടെയോ മറ്റേതെങ്കിലും രീതിയിൽ ഞാൻ വിചാരിക്കുന്ന താരാട്ടുപാടി പാട്ട് പഠിപ്പിക്കുമ്പോൾ അവർ പഠിപ്പിച്ചു കൊടുത്തത് അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഉൾപ്പെടെയുള്ളവരെ കുറിച്ചും അവർ വന്ന വഴികളെക്കുറിച്ചും പ്രവാസത്തിലായതിനെ കുറിച്ചും മിസ്രൈമിൽ യോസഫിനെ കുറിച്ചും വളർന്നതിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ കഥാരൂപേണ മോശയുടെ ഉള്ളിൽ പറഞ്ഞു കൊടുത്തതുപോലെ ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളിലേക്ക് ദൈവസഭയെക്കുറിച്ചും ദൈവസ്നേഹത്തെക്കുറിച്ചും മനുഷ്യനിൽ ദൈവം ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തവരെ വളർത്തിക്കൊണ്ടുവന്നാൽ ലോകത്തിന്റെ അഭ്യാസം എത്ര പഠിച്ചാലും ലോകത്തിൽ എത്ര വിദ്യാസമ്പന്നായി ഏതെല്ലാം അറിവുകൾ നേടിപ്പോയാലും ലോകത്തിന്റെ വഴിയിൽ പോകാതെ അതിന്റെ സമയത്ത് അവർ മടങ്ങി വരുമെന്ന് ആത്മാവിൽ ദൂതറിയിക്കുകയാണ്. സ്തോത്രം. ഞാൻ ഈ ഭാഗം ഇവിടെ നിന്ന് വിടാൻ ആഗ്രഹിക്കുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ള ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ എന്താ സംഭവിച്ചത്? മോശ അവിടുന്ന് ആ വെള്ളത്തിൽ നിന്ന് അവനെ വലിച്ചെടുത്തു. ആരാ വലിച്ചെടുത്തത്? ഫറവോന്റെ മകളെ തന്നെ ദൈവം അവിടെ വലിച്ചെടുക്കുവാൻ വേണ്ടി ഉപയോഗിച്ചു. വെള്ളത്തിന് അവളെ വലിച്ചെടുത്തു. അപ്പോൾ തന്നെ അവിടെ മനസ്സിൽ ഉള്ളിൽ ഒരു ഉദ്ദേശമുണ്ടായിരുന്നു, എൻ്റെ കൊട്ടാരത്തിൽ ഇവൻ വരുമ്പോൾ ഇവന്റെ പേര് മോശ എന്നാകുമെന്ന്. അങ്ങനെ മോശ കൊട്ടാരത്തിൽ ചെന്ന ശേഷമായി അവിടെ അവനെ നാമകരണം ചെയ്തു മോശയെന്ന്. അങ്ങനെ എങ്കിൽ പ്രിയപ്പെട്ടവരെ, വളരെ ഭയത്തോടും വേദനയോടും വളർന്നു വന്ന മോശയുടെ ജീവിതം പിന്നീട് കൊട്ടാരത്തിൽ വളരെ സന്തോഷകരമായ എല്ലാവിധ കൂടിയാണെങ്കിലും അവൻ്റെ ഉള്ളിൽ ഒരാഗ്രഹമുണ്ടായിരുന്നു. എത്രമാത്രം രാജകീയത അവൻ അനുഭവിക്കുമ്പോഴും അവൻ്റെ ഉള്ളിൽ ഒരു വേദനയുണ്ടായിരുന്നു. കഷ്ടം സഹിക്കുന്ന വേദന ഫലപ്പെടുന്ന അവൻ്റെ മാതാപിതാക്കളെക്കുറിച്ചും അവൻ്റെ തലമുറയെക്കുറിച്ചും ആ എബ്രായ ജനത്തെക്കുറിച്ചുള്ള വേദനയോടെയാണ് മോശ അവിടെ വളർന്ന്. അതുകൊണ്ടാണ് അവൻ വളർന്നപ്പോൾ അവൻ ഫറവോന്റെ പുത്രിയുടെ മകനെന്നുള്ള വിളിക്കുന്നതിനേക്കാൾ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെടുക്കാൻ കാരണം അവനിൽ ആ സ്നേഹമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് തീരുമാനമെടുക്കേണ്ട സമയം വന്നപ്പോൾ ഇതിനെ അവൻ ചവറം നിന്നിക്കൊണ്ട് അവൻ ഈ ഭാഗത്തേക്ക് മടങ്ങി വരാൻ കാരണമായി തീർന്നത്. ചെറുപ്പത്തിൽ വളർന്നു വന്നപ്പോൾ അവൻ കണ്ടതായ കാര്യങ്ങൾ അവൻ്റെ ഉള്ളിൽ നിന്നും മാറിപ്പോയില്ല. അവൻ പറഞ്ഞു കേട്ട കാര്യങ്ങളും അവൻ അനുഭവിച്ചതുമെല്ലാം എത്രമാത്രം രാജകീയത സുഖം അനുഭവിക്കുമ്പോഴും അവൻ അതിൽ മയങ്ങിപ്പോയില്ല. അവൻ്റെ ഉള്ളിൽ ദൈവം അത് നിക്ഷേപമായി വെച്ചിരുന്നു. അതൊരു നിധിയായിരുന്നു. ആ നിധിയാണ് അത് ദൈവത്തിന്റെ നിധിയായി തീർന്നതുകൊണ്ടാണ് മിസ്രൈമിലെ നിക്ഷേപങ്ങളെക്കാൾ ദൈവത്തിന്റെ ക്രിസ്തുവിന്റെ നിന്ന വലിയ ധനമെന്നെണ്ണാൻ കാരണമായി തീർന്നത് ചെറുപ്രായത്തിൽ അവന് ലഭിച്ച നിധിയായിരിക്കുന്ന ദൈവവചനമാണ്. ദൈവിക കാര്യങ്ങളായതുപോലെ ദിവസങ്ങളിൽ ദൈവവചനം ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കകത്ത് സിം കാർഡ് ഇട്ടിരിക്കുന്നത് പോലെയാ. അത് ദൈവമായിട്ടുള്ള ബന്ധപ്പെടേണ്ടതായിട്ടുള്ള സിമ്മാണ്. ഈ ദിവസങ്ങളിൽ കുഞ്ഞുങ്ങളുടെ അകത്തേക്ക് നാം കൊടുക്കുന്ന ദൈവവചനം അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ ചില കാലത്തേക്ക് നിർജീവമാണെങ്കിലും ഒരു ദിവസം അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് പോലെ ദൈവാത്മാവ് ചില ഹൃദയങ്ങളെ ഈ ദിവസങ്ങളിൽ ആക്ടിവേറ്റ് ചെയ്യാൻ പോകുക. നിർജീവമായി കിടക്കുന്ന ചില സിമ്മ് പോലെ ഈ ദിവസങ്ങളിൽ ആക്ടിവേഷൻ ഇല്ലാതെ ചില തലമുറകളുണ്ട്. ഇന്ന് രാത്രിയിലെ പ്രാർത്ഥന മുഖാന്തരമായിട്ട് നീ ചെറുപ്രായത്തിൽ വളർത്തിക്കൊണ്ടുവന്ന ചില കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ദിവസങ്ങളിൽ അവരെ ജീവനുള്ളവരാക്കി ആ ദൈവമായിട്ട് ബന്ധപ്പെടുത്തുവാൻ പോകുന്ന ഒരു രാത്രിയാക്കി ഇന്ന് രാത്രിയിൽ ഈ പ്രാർത്ഥന മാറ്റുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതെ, കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. Glory to Jesus. Hallelujah. ബന്ധം വിട്ടുപോകത്തില്ല. ദൈവം അതിനെ ആക്ടിവേറ്റ് ചെയ്യിപ്പിക്കും. അതെ, അതിന്റെ സമയത്ത് ബന്ധപ്പെടുത്തിയെടുക്കുവാൻ കഴിയാത്തത്. ഞാൻ മറ്റൊരു വേഗത്തിൽ വേറൊരു കാര്യം കൂടി ചിന്തിച്ച് സന്ദേശം അവസാനിപ്പിക്കാം. നമുക്കറിയാവുന്ന ഭാഗമാണ് ലൂക്കോസ് സുവിശേഷം 26-ാം അധ്യായം 58-ാമത്തെ വാക്യം വായിക്കാം. മത്തായി സുവിശേഷം 26-ാം അധ്യായം 58-ാമത്തെ വാക്യം വായിക്കുന്നു. മത്തായി സുവിശേഷം 26-ാം അധ്യായം 58-ാമത്തെ വാക്യം 26-58 ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പത്രോസ് ദൂരവേ മഹാപുരോഹിതന്റെ അരമനയോളം പിരിച്ചെന്ന് അകത്ത് കടന്ന് അവസാനം കാണുവാൻ സേവന്മാരോട് കൂടെ ഇരുന്നു. അറിയാം, പശ്ചാത്തലം അറിയാം. എന്ത് ഭവിക്കും യേശുവെന്നറിയാൻ വേണ്ടി
ഒരുവൻ ദൂരവേ അനുഗമിക്കുക. യേശുവിനെ പിടിച്ചു കെട്ടി ഈ മഹാപുരോഹിതന്മാർ ചേവരെല്ലാം കൊണ്ടുപോയി കഴിഞ്ഞപ്പോൾ ഇവര് പിടിച്ചവരോ മഹാപുരോഹിതനായ കയ്യാപ്പായുടെ അടുക്കൽ ശാസ്ത്രിമാരും മൂപ്പന്മാരും ഒന്നിച്ചുകൂടി ന്യായാധിപസം കൂടിയിരിക്കുക. അവിടുത്തെ അവിടെ കൊണ്ടുചെല്ലാൻ വേണ്ടിയാണ് ഇവരെ അയച്ചത്. ചേവര് പടയാളികളോട് കൂടി അയച്ച് യേശുവിനെ ബന്ധിച്ച് ഈ ന്യായാധിപ സംഘത്തിന് മുമ്പാകെ കൊണ്ടുവന്നപ്പോൾ എന്ത് യേശുവിന് സംഭവിക്കും? ഇവനെ വെറുതെ വിടുമോ അതോ ഇവനെ കൊന്നുകളയുമോ എന്നുള്ള ചിന്തയോടുകൂടി യേശുവിന് എന്ത് ഭവിക്കും എന്ന് അറിയുവാൻ വേണ്ടി ഈ യേശുവിൻ്റെ അരമശിഷ്യനായിരിക്കുന്ന ഒന്നാമത്തെ ശിഷ്യനായിരിക്കുന്ന പത്രോസ് ദൂരവേ അവനെ അനുഗമിച്ച് ഈ പറയുന്ന സ്ഥലത്ത് ചെന്നു. ഇങ്ങനെ ഇത്രയേ ഉള്ളൂ. ഞാൻ ഒരുപാട് ക്രിസ്തുവിൽ നിന്ന് കേട്ടിട്ടുണ്ട്. എനിക്കറിയാം കഷ്ടം സഹിക്കുമെന്നും മരിക്കുമെന്നും ഉയർത്തെഴുന്നേൽക്കുന്നൊക്കെയുള്ള ഭാഗത്തെല്ലാം മറന്നുപോയി. ആ സമയത്ത് നമ്മൾ പലപ്പോഴും പലതും മറന്നു പോകുന്നവരാ. ആ സമയാസമയങ്ങൾ അതിനുള്ള അറിവ് നമുക്ക് ലഭിക്കത്തില്ല. നമുക്കിതെല്ലാം അറിയാമെന്ന് പറഞ്ഞാലും കൃത്യസമയത്ത് ഒന്നും കിട്ടത്തില്ല. പത്രോസിന്റെ ജീവിതത്തിൽ അത് കിട്ടും. അത് പരിശുദ്ധാത്മാവ് വരുമ്പോഴേ ഓർപ്പിക്കത്തുള്ളൂ. പത്രോസിന്റെ ദുഃഖവും ഭാരവും വേദനയും അവന്റെ ആ സ്നേഹത്തിലുള്ള ആധിക്യപ്രകാരമുള്ള എടുത്തുചാട്ടവും എല്ലാം അവന്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അല്ലേ? കർത്താവിനെ സ്നേഹിച്ചുകൊണ്ട് വാളൂരി വെട്ടിയതാണ്. അവനെ ആ സമയത്ത് വേണമെങ്കിൽ അവർ വേണേൽ വെട്ടിക്കൊന്നേനെ. പക്ഷേ ദൈവം അവിടെ പ്രവർത്തിച്ചു കഴിഞ്ഞപ്പോൾ ആ പത്രോസിന് നേരെ അവരാരും തിരിയാതിരുന്നത് കർത്താവ് അവിടെ പ്രവർത്തിച്ചതുകൊണ്ട്. വാളൂരി വെട്ടിയപ്പോൾ മൽക്കോസിന്റെ കാത് അറ്റുപോയപ്പോൾ ഇവനെ ഈ അറ്റുപോയനായിരിക്കില്ല അവനെയും കുറ്റം വിധിക്കേണ്ടത്, ശിക്ഷിക്കേണ്ടതാ, പത്രോസിനെ പിടിക്കേണ്ടതാ. പക്ഷെ പിടിക്കാതിരിക്കാൻ കാരണം യേശു അവന്റെ കാത് അതുപോലെ തന്നെ വെച്ച് സർജറി ചെയ്ത് കൈ കൊടുത്തു. നമുക്കറിയാമല്ലോ, ചില അംഗവൈകല്യമൊക്കെ വന്നു കഴിയുമ്പോഴത്തെ ചില വിരലുകളൊക്കെ മുറിഞ്ഞു പോയാൽ അന്നേരം എടുത്തുകൊണ്ട് ആശുപത്രി കൊണ്ടുപോയി തുന്നിക്കെട്ടുന്ന പോലെ. പക്ഷേ ഇവിടെ വാളുകൊണ്ട് വെട്ടിക്കഴിഞ്ഞപ്പോൾ ദൈവം അപ്പോൾ തന്നെ ഒരു പ്ലാസ്റ്റിക് സർജറി ചെയ്തു. ഇവന്റെ കാതിന് അതുവരെ ഉണ്ടായിരുന്ന അതിനേക്കാൾ ഏറ്റവും നല്ലൊരു കാതാക്കി ദൈവം കൊടുത്തു. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ പത്രോസിന്റെ നേരെ അവർക്ക് തിരിയാൻ കഴിഞ്ഞില്ല. അത് ചോദിക്കും, ഇവർ വന്നു കഴിഞ്ഞപ്പോൾ പത്രോസിനെ പിടിക്കേണ്ടതാ, യേശുവിനെ പിടിച്ചെങ്കിൽ പത്രോസിനെ പിടിക്കേണ്ടതാ. പത്രോസ് അവിടെ നേരിട്ട് ഒരു ക്രൈം ചെയ്യുകയാണ്, ഒരു കുറ്റം ചെയ്യുകയാണ്. അതൊന്നുമല്ല, വാളെടുത്തിട്ട് പെടലിക്ക് വെട്ടിയതാ. പക്ഷേ കാതല്ല കൊണ്ടത്, കാത് മുറിഞ്ഞുപോയി. പക്ഷേ യേശു ആ വിഷയത്തെ അവിടെ എന്ത് ചെയ്തു? അതിനെ പരിഹരിച്ചു. പത്രോസ് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി അത് പരിഹരിച്ചു. കാതെന്ത് ചെയ്തു? തൊട്ട് സൗഖ്യം പറഞ്ഞാൽ എടുത്തു വെച്ച് അത് സൗഖ്യമാക്കി കൊടുത്തു. കർത്താവ് അത് ചെയ്തു കഴിഞ്ഞപ്പോൾ പിന്നീട് അങ്ങനെ ഒരു കുറ്റം കാണാനില്ല. അതുകൊണ്ടാണ് പത്രോസ് ഒന്ന് ഫ്രീ ആയത്, വെറുതെ പോകുന്നത്. നമ്മളൊക്കെ ചെയ്യുന്ന കുറവുകളെയൊക്കെ ദൈവം പരിഹരിച്ച് നിൽക്കുന്നതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു പോകുന്നു കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഈ പത്രോസ് സ്നേഹത്തിൽ ചെയ്തതാ. അവൻ ആ സ്നേഹത്തിന് ആധിക്യത്തിൽ വാളെടുത്ത് വെട്ടിയതാ. പക്ഷെ അത് മുറി കൊണ്ടപ്പോൾ മഹാപുരോഹിതന്റെ ദാസനായിരിക്കുന്ന മൽക്കോസിനെയാ വെട്ടിയത്. ശിക്ഷ വലുതായി തീരേണ്ടത്, അവനെയും യേശുവിന്റെ കൂടെ പിടിച്ചു കെട്ടി കൊണ്ടുപോകേണ്ടതാ. പക്ഷേ കർത്താവ് അവിടെ അത്ഭുതം ചെയ്ത് അവന്റെ കാത് സൗഖ്യമാക്കിയപ്പോൾ ഇവന്റെ മേൽ കുറ്റം ആരോപിക്കാൻ ഇല്ലാതായി. അതുകൊണ്ടാ പത്രോസ് രക്ഷപ്പെട്ടത്. കാര്യം മനസ്സിലായല്ലോ? അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഈ പത്രോസിനെ പിടിക്കാതിരുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ അവർക്ക് പത്രോസിനെതിരെ ഒന്നും പറയാൻ പറ്റത്തില്ല. ഇവർ പറയാ കാത് വെട്ടി, പത്രോസിനോട് വെട്ടി എൻ്റെ കാത് പോയി, കാതില്ലാത്തവനെ ചെന്നെങ്കിൽ ആ പത്രോസിനെ പിടിച്ചുകൊണ്ട് അകത്തിടും. അകത്തല്ല, യേശുവിനോട് കൂടി അവനെ ശിക്ഷിക്കപ്പെടും. എന്നാൽ ദൈവം അതിന് അനുവദിച്ചു കൊടുത്തില്ല. അവന്റെ കാത് ശരിയാക്കി കഴിഞ്ഞപ്പോൾ പിന്നെ ആ വിഷയം ഉണ്ടായില്ല. എന്നാൽ ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞപ്പോൾ ഈ ന്യായാധിപ സംഘത്തിന്റെ കൂടിവരവന്റെ അടുത്തേക്ക് യേശുവിനെ കൊണ്ടുപോയത് കണ്ടുകൊണ്ട് യേശുവിന് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ വേണ്ടി പത്രോസ് ദൂരവേ അനുഗമിക്കുക. അവിടെ മോശ ആ ഞാങ്ങണപ്പെട്ടകത്തിൽ അവനെ കൊണ്ട് വെച്ച ശേഷമായി ദൂരത്ത് വേദനയോടെ നിന്ന മിരിയാമിനെ പോലെ ഇവിടെ വളരെ വേദനയോടെ ദുഃഖത്തോടെ ഒക്കെയാണ് ഈ പത്രോസ് വളരെ വേദനയോടെ വേച്ച കാലുകളോടെ, ഉറപ്പില്ലാത്ത കാലുകളോടെ യേശുവിനെ അനുഗമിക്കുക. എന്താ അവസാനമെന്ന് കാണുവാൻ വേണ്ടി അവൻ്റെ വലിയ ആഗ്രഹമുണ്ട്, വലിയൊരു ആവേശമുണ്ട്. എന്ത് സംഭവിക്കുന്നതിന് അറിയാൻ ആഗ്രഹമുണ്ട്. മറ്റൊന്നും കൂടിയല്ല, ഇവനോട് കർത്താവ് പറഞ്ഞ വചനം കൂടിയുണ്ട്. ഇന്ന് കോഴി 2 വട്ടം കൂവുന്നതിന് മുമ്പായി നീ 3 പ്രാവശ്യം എന്നെ തള്ളിപ്പറയും എന്നതുകൂടി അവിടെ നിവൃത്തിയിരിക്കപ്പെടേണ്ടതുള്ളത് കൊണ്ടാണ് ഇവനെ അവിടെ ദൈവം കൊണ്ടുയിരുത്തിയത്. ഇവനെന്ത് സംഭവിക്കുന്ന അറിയാൻ വേണ്ടി, യേശുവിന് എന്താ സംഭവിക്കുന്ന അറിയാൻ വേണ്ടി ഇവൻ അരമനയോളം പിഞ്ചെന്ന് അകത്ത് കടന്ന് അവസാനം കാണുവാൻ ചേവരോട് കൂടിയിരുന്നു. ആരും അറിയാതെ രഹസ്യത്തിൽ പത്രോസ് അവിടെ ഇരിക്കുക. അവനൊറ്റതേ ഉള്ളൂ, ആരും എന്നെ അറിയരുത്, ഒരൊറ്റ മനുഷ്യൻ പോലും എന്നെ അറിയരുത്. അപ്പൊ നമുക്കറിയാമല്ലോ, ഈ
പിടിക്കപ്പെടുന്ന ഇടയിലെ അവരുടെ വീട്ടിൽ പോയി താമസിച്ചാൽ അവരെ പിടിക്കുകയില്ല. പറയും ഒരു കള്ളൻ പോയി പിടിക്കേണ്ട ഒരു വ്യക്തി ഉന്നതനായിരിക്കുന്ന ഉദ്യോഗസ്ഥനടുത്ത് പോയി താമസിച്ചാൽ അവനെ പിടിക്കത്തില്ല. അപ്പം പത്രോസ് നോക്കിയപ്പോൾ ഒരു സുരക്ഷിതമായ സ്ഥാനമാണ്. ചേവകരോട് ഇരുന്ന് കഴിഞ്ഞാൽ ആരും പിടിക്കത്തില്ല. കാരണം അവരും ആ കൂട്ടത്തിൽപ്പെട്ടാണെന്ന് വിചാരിച്ചു. ഇങ്ങനെയാണ് അവൻ അവിടെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. നല്ല ബുദ്ധിമാനാ, കാര്യങ്ങളെ ചിന്തിക്കാനുള്ള കഴിവുണ്ട്. അവൻ പോയി ഒറ്റയ്ക്ക് പോയിരുന്നില്ല. ഒറ്റയ്ക്ക് പോയിരുന്ന നേരത്തെ പിടിച്ചേനെ. പക്ഷെ ഇവൻ പോയി നേരെ, ഞാൻ വിചാരിക്കുന്ന അതിൻ്റെ രീതിയിലുള്ള വിനയഭൂതനാണല്ലോ, ആ ചേവകരുടെ രീതിയിൽ അവിടെ പോയിരുന്നു. ഇവൻ അവിടെ ആ ഒരു സീറ്റൊക്കെ ഉണ്ടാക്കി അവിടെ പോയിരിക്കുക, ചേവകരുടെ കൂടി ഇരുന്ന് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ മഹാപുരോഹിതന്മാരും ന്യായാധിപ സംഘമൊക്കെയും യേശുവിനെ കൊല്ലേണ്ടതിന് അവരുടെ നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. ഈ കള്ളസാക്ഷികളൊക്കെ എഴുന്നേറ്റ് പറയുമ്പോൾ പത്രോസിന്റെ ഉള്ളിൽ അറിയാം ഇവർ പറയുന്ന ഒക്കെ നുണയാണ്. അങ്ങനെ പത്രോസ് എഴുന്നേറ്റ് പറഞ്ഞില്ല, വാദിച്ചില്ല. ഇവരെല്ലാം പറയുന്ന നുണയാന്ന് പറഞ്ഞില്ല. ഈ പത്രോസ് അനങ്ങാതിരിക്കുക. ഇവന് കാണേണ്ടത് എന്താണ് അവസാനമെന്ന. ഇവൻ വിചാരിച്ചത് യേശുവിനെ വെറുതെ വിടുമെന്ന. എന്ന് പറഞ്ഞാൽ ഇവിടെ വാദിക്കുമ്പോൾ, പിടിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ യേശുവിൻ്റെ മേൽ കുറ്റമൊന്നും ഉണ്ടാകെ ഇല്ല എന്നവൻ അറിയാം. കാരണം യേശു തെറ്റ് ചെയ്തിട്ടില്ല. ഇവനേതായാലും അവസാനം കാണാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ ഈ കള്ളസാക്ഷികൾ പലരും വന്നിട്ട് യേശുവിൻ്റെ ഒടുവിൽ രണ്ടുപേർ വന്ന് ദൈവം നമുക്കറിയാവുന്ന. അപ്പൊ ഇങ്ങനെ ഓരോരുത്തരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ യേശു ഒന്നും മിണ്ടിയില്ല. ഇവർ പറയുന്നതിനെ ഒന്നും എതിർക്കാൻ പോയില്ല. പ്രിയപ്പെട്ടവരെ, കള്ളസാക്ഷി എഴുന്നേറ്റ് നമുക്കെതിരെ പറയുമ്പോൾ മൗനത ഉണ്ടാകരുത്, മൗനതയോടെ ഇരിക്കുക. ഇവരെ ബാധിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവരൊരു കാര്യം തീരുമാനിച്ചാൽ വന്നെങ്കിൽ അവിടെ സംസാരിച്ചിട്ട് കാര്യമില്ല. എന്നാൽ യേശു നാവിടുത്ത് സംസാരിക്കുന്നത് അതിൻ്റെ 63-ാം വാക്യത്തില്ല. യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവത്തിനായ ക്രിസ്തു തന്നെയോ പറക എന്ന് അവൻ, ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ പത്രോസ് ഉള്ളിലൊന്ന് കാളി. കാരണം ഒരു ദിവസം പത്രോസ് പറഞ്ഞതാ. ആത്മദർശനം കിട്ടിയ പത്രോസ് പറഞ്ഞു യേശുവിനെ കുറിച്ച്, യേശു ആരാണെന്ന് ശിഷ്യന്മാർ ചോദിച്ചപ്പോൾ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ആദ്യമായി വിളിച്ചു പറഞ്ഞ വ്യക്തിയാണ് പത്രോസ്. അപ്പോൾ ഈ അന്നേരം കഥ പറഞ്ഞു, ബെറിയോമാന ശിമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളെല്ലാം എൻ്റെ പിതാവത്തിൽ നിനക്കത് വെളിപ്പെടുത്തുന്നത്. അന്ന് ഇവൻ പറഞ്ഞ അതേ വചനം തന്നെ യേശുവിടെ പറയുക. അന്ന് പത്രോസ് പറഞ്ഞില്ല. പത്രോസ് ഭയപ്പെട്ടിരിക്കുക. എന്താണ് അവസാനം എന്ന് കാണാൻ വേണ്ടിയിരിക്കുക അല്ലേ? ഇവിടെ പത്രോസല്ലേ പറയേണ്ടത്. അവസാനം കാണാൻ വേണ്ടിയിരുന്ന പത്രോസ് പറയത്തില്ലേ അന്ന് പറഞ്ഞ അതേ സാക്ഷ്യം ഇവിടെ പറഞ്ഞോ? ഇല്ല. പത്രോസ് മിണ്ടാതിരിക്കുക. പത്രോസോടെ അനങ്ങാതിരിക്കുമ്പോൾ യേശു തന്നെ പറഞ്ഞു. മഹാപുരോഹിതൻ ചോദിക്കുക പിന്നെയും അവനോട്, നീ ദൈവത്തിനായ ക്രിസ്തു തന്നെയോ പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ഇത് കേൾക്കുന്ന പത്രോസിനറിയാം ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. യേശു അവനോട് പറഞ്ഞു, ഞാനാകുന്നു എന്ന് പറഞ്ഞ കർത്താവ് അവനോട് ആണയിട്ട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, ഞാനാകുന്നു എന്ന് പറയാൻ ഒട്ടടിയാത്തവന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണുമെന്ന് ഞാൻ പറയും. അന്ന് കഥ പ്രവചനാത്മാവിൽ പറഞ്ഞ കഥ 2-ാമത്തെ വചനത്തെ കുറിച്ച്. ഈ വലത്തുഭാഗത്തിരിക്കുന്നത് കാണുമെന്നും മനുഷ്യപുത്രൻ ഇരിക്കുന്നത് കാണുമെന്നും ഈ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുമെന്നുള്ളതും കർത്താവ് പറഞ്ഞ വചനം നിവൃത്തീകരിക്കപ്പെടും എന്നാണെന്ന് അറിയാമല്ലോ. കർത്താവിൻ്റെ 2-ാമത്തെ വരവെങ്കിലാണ്. അപ്പോൾ കർത്താവ് നിങ്ങൾ കാണും. ആ തലമുറയെ നോക്കി പറഞ്ഞു, യഹൂദനെ നോക്കി പറഞ്ഞു, നിങ്ങൾ കാണും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതും അവൻ ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് നിങ്ങൾ കാണും എന്ന് പറഞ്ഞു. കർത്താവ് അവരോട് പറഞ്ഞു, ഞാനാണ് ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു. ഞാൻ ഒന്നാമത് വന്നതാണ്, ഇപ്പോൾ മാത്രമല്ല ഇനിയും വരും. എൻ്റെ അർത്ഥം യേശു പറഞ്ഞത്, ഞാൻ ഇവിടുന്ന് മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കും, അതിനുശേഷമായി പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കും. കർത്താവ് പറഞ്ഞത്, പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം ഞാൻ പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കും. അതിനുശേഷമായി നിങ്ങളെ യഥാസ്ഥാനപ്പെടുത്താൻ വേണ്ടി നിന്നെ ഞെരുക്കുന്ന ഒരു കാലഘട്ടം വരും യഹൂദ. അന്ന് എന്നെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് നീ ഇന്ന് വസ്ത്രം കീറി എന്നെ ക്രൂശിപ്പിക്കാൻ ഏൽപ്പിക്കുമ്പോൾ ഞാൻ അനുഭവിക്കാൻ പോകുന്ന കഷ്ടതയെല്ലാം ഏൽക്കുവാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ നിന്റെ കഷ്ടത മാറ്റുവാൻ
നിന്റെ ഞെരുക്കം മാറ്റുവാൻ ഞാൻ രാജാവായി രണ്ടാമത് വരുമെന്ന് യഹൂദനോടുള്ള ദൈവത്തിന്റെ ദൂത് അവിടെ യേശു വിളിച്ചു പറഞ്ഞു. കർത്താവ് അവിടെ വിളിച്ചു പറഞ്ഞത്, ഞാൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം എൻ്റെ ഒന്നാമത്തെ വരവിന്റെ പ്രവൃത്തി തികച്ച് ഞാൻ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കും. നമുക്ക് ഇബ്രാഹിലേഖനത്തെ കാണാൻ സാധിക്കും. ഇതൊക്കെ വായിച്ചോട്ടാണ് പിന്നീട് പൗലോസ് രേഖപ്പെടുത്തിയത്. അവൻ പാപങ്ങൾക്ക് പരിഹാരം വരുത്തിയ ശേഷം പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നുവെന്ന്. പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കുക എന്നതിന്റെ അർത്ഥം പാപങ്ങൾക്ക് പരിഹാരം ഞാൻ വരുത്തണം, ഞാൻ കുഞ്ഞാടാണ് എന്നാണ് യേശുവോട് പറഞ്ഞത്. അവർക്കത് മനസ്സിലായില്ല. അതുകൊണ്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്, യേശു അവനോട്, ഞാൻ മനുഷ്യപുത്രൻ സർവശക്തന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും. കഥ പറഞ്ഞു, ഒന്നാമത്തെ വരവ് കുഞ്ഞാടായിട്ടാണ് വന്നത്. പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഞാൻ പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കും. അതിനുശേഷം ഞാൻ രാജാവായിട്ട് നിങ്ങളെ വിടിവിക്കാൻ വേണ്ടി വരുന്നത് അന്ന് നിങ്ങൾ കാണുക, ഇസ്രായേൽ ജനം കാണുക, യഹൂദന്മാർ കാണുക, കർത്താവ് പരസ്യമായി വരുമെന്ന് യേശു അന്ന് അവരോട് ദൂതറിയിപ്പാനിടയായി തീർന്നു. ഇതെല്ലാം വരാനുള്ള സംഭവങ്ങളെക്കുറിച്ച് പറയുമ്പോൾ എന്താണ് അവസാനം എന്ന് കാണാൻ വേണ്ടി നോക്കിയിരിക്കുന്ന ആ പത്രോസ് ഈ വിഷയങ്ങളെല്ലാം ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. യേശു പറയുന്ന ഓരോ വാക്കുകളും അവൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇതെല്ലാം യേശു പറയുമ്പോഴും ഇവന്റെ ഉള്ളിൽ ചില സംശയങ്ങളുണ്ട്. എന്തായിത്തീരും, യേശുവിനെ വെറുതെ വിടുമോ എന്നുള്ള ചിന്തയോടുകൂടി ഇരിക്കുമ്പോൾ ഇവൻ കാണുന്നത് അവിടെ എന്താണ് സംഭവിച്ചത്? മഹാപുരോഹിതൻ വസ്ത്രം കീറി, അതുവരെയും പരിപാവനമായിരിക്കുന്ന അഭിഷേകത്തിന്റെ ആ തൈലക്കൂട്ടൊക്കെ നിറച്ച ആ അഭിഷേകം പ്രാപിച്ചിരുന്ന വസ്ത്രം, അത് പിതാക്കന്മാർ കൈമാറി വന്ന ആ വസ്ത്രം എന്ത് ചെയ്തു? മഹാപുരോഹിതൻ വസ്ത്രം കീറി. ഇവൻ ദൈവദൂഷണം പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്കെന്ത് ആവശ്യം എന്ന് അവൻ പറഞ്ഞു. ഇവൻ വസ്ത്രം കീറി. പക്ഷേ ഈ മഹാപുരോഹിതൻ വസ്ത്രം കീറിയപ്പോൾ സാക്ഷാൽ മഹാപുരോഹിതനായിരിക്കുന്നവൻ യേശു എന്ന നമ്മുടെ കർത്താവ്, അവന്റെ ശരീരത്തെ കീറുവാൻ തയ്യാറായിരുന്നു. അന്നത്തെ യഹൂദനായിരിക്കുന്ന മഹാപുരോഹിതൻ അവന് ഉണ്ടായിരുന്ന പൗരോഹിത്യ വസ്ത്രമാ കീറിക്കളഞ്ഞെങ്കിൽ, ആകാശത്തിലൂടെ കടന്നുപോയ നമുക്കുള്ള ശ്രേഷ്ഠ മഹാപുരോഹിതൻ അവന്റെ ശരീരം എന്ന ചീന്തി നമുക്ക് വേണ്ടി പുതുവഴി ഒരുക്കുവാൻ വേണ്ടി കർത്താവ് തയ്യാറായിരുന്നു. ഇവിടെ ഇവന് പുറമേയുള്ള വസ്ത്രങ്ങളെ കീറാൻ കഴിഞ്ഞുള്ളൂ. മകരി വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറി വീണെന്ന് പറഞ്ഞിരിക്കുന്ന വചനമുണ്ട്, പ്രവചനമുണ്ട്. പുറമേയുള്ള വസ്ത്രം കീറിക്കളഞ്ഞു. പക്ഷേ യേശു അവിടെ നിന്നിരുന്നത് തൻ്റെ തിരശ്ശീലയാകുന്ന തൻ്റെ ആ ശരീരം തന്നെ കീറുവാൻ വേണ്ടി, പൊതുവഴി തുറക്കാൻ വേണ്ടി യേശു അവിടെ നിൽക്കുന്നതാണ് ഈ ദൂരെ അനുഗമിച്ചു വന്ന പത്രോസ് കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അവന് സംഭവിക്കാൻ പോകുന്നത് നോക്കുമ്പോൾ ഇവിടെ സംഭവിക്കുന്നത് യേശു പ്രവചനാത്മാവിൽ പറയുന്നതും അതുപോലെ തന്നെ മഹാപുരോഹിതൻ വസ്ത്രം കീറുന്നതൊക്കെ ഈ പത്രോസ് എല്ലാം കണ്ടുകൊണ്ടിരിക്കുക. പക്ഷെ ഇവനിരിക്കുന്ന ചേവകരുടെ ഇടയല്ല, അവനെ ആരും കാണാതെ മനസ്സിലാകാത്ത രീതിയിൽ അവൻ അവിടെ ഇടയിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഇവരിതെല്ലാം കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. നമുക്ക് എന്താവശ്യം എന്ന് വസ്ത്രം കീറി ഇവൻ മരണയോഗ്യൻ എന്ന് അവൻ പ്രഖ്യാപിച്ചു. അതാണ് മഹാപുരോഹിതൻ പറഞ്ഞു, ദൈവദോഷം കേട്ടുവല്ലോ, നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചതിന് അവൻ മരണയോഗ്യൻ എന്ന് അവർ ഉത്തരം പറഞ്ഞു. എല്ലാം കൂടി ന്യായസംഖ്യ ഒരുമിച്ച് ഒരു ഐക്യമത്യത്തോടെയുള്ള ഒരു തീരുമാനമെടുത്തു. നമുക്കറിയാം, ഒരു ജഡ്ജിമാരൊക്കെ പാനലിരിക്കുമ്പോൾ അവര് എല്ലാവരും കൂടി എടുക്കുന്ന തീരുമാനമുണ്ട്. ചിലപ്പം വിഘടനമായിരിക്കുന്ന, ചിലപ്പോൾ ഭിന്നിപ്പായിട്ടുള്ള ഇത് വരും. അങ്ങനെ 5 പേരാണെങ്കിൽ 3-2 എന്നുള്ള ഒരുപാട് ഏറ്റവും കൂടുതലുള്ള ഇതിനാണ് പോകുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ അങ്ങനെയുള്ള ഭിന്നാഭിപ്രായം വന്നില്ല. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞു യേശു മരണയോഗ്യനാണെന്ന്. കാരണം ഒരു തെറ്റും ചെയ്യാത്തവൻ, അവൻ മരിക്കേണ്ടത് ആവശ്യമായിരുന്നു. പാവങ്ങൾക്ക് പരിഹാരം വരുത്തി പിതാവിന്റെ വലത്ത് ഭാഗത്തിരിക്കേണ്ടത് ആവശ്യമായതുകൊണ്ട് ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞു മരണയോഗ്യനാണ്. അപ്പോൾ അവർ അവന്റെ മുഖത്ത് തുപ്പി. എന്ത് സംഭവിക്കുമെന്ന് കാണാൻ വേണ്ടി വന്നിരുന്ന പത്രോസ് കാണുന്നത് യേശുവിന്റെ മുഖത്ത് അവർ തുപ്പുന്നത്. പത്രോസേ, മറുമലയിൽ വെച്ച് നീ യേശുവിനെ കണ്ടതല്ലേ? അന്ന് അവന്റെ മുഖം സൂര്യനെ പോലെ തിളങ്ങിയത് നീ കണ്ടതാ. ഇന്ന് നീ യേശുവിനെ കാണുന്നത്, അവന്റെ അവസാനം കാണാൻ വേണ്ടി നോക്കിയിരിക്കുന്നത്. മനുഷ്യപാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യേശു ലോകത്തിൽ വന്നത് മനുഷ്യരെ രക്ഷിപ്പാൻ വേണ്ടിയാണ്.
കഷ്ടം സഹിക്കുമെന്നും അവൻ തുപ്പലേൽക്കുമെന്നും അവർ അവനെ തള്ളിക്കളയുന്നു ഉപേക്ഷിക്കുമെന്നും ഒക്കെ യേശു പല പ്രാവശ്യം പറഞ്ഞപ്പോഴും അതിൻ്റെ അന്തസ്സത്തെ ഗ്രഹിച്ചെടുക്കുവാൻ പത്രോസ് ഉൾപ്പെടെയുള്ളവർക്ക് മനസ്സിലായില്ല. എന്നാൽ അവൻ്റെ മുമ്പിൽ വെച്ച് യേശു തുപ്പലേൽക്കുവാൻ ഇടയായി തീർന്നു. അവർ അവൻ്റെ മുഖത്ത് തുപ്പി അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ അവനെ കന്നത്തടിച്ചു. നീ ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയത് എന്ന് ഞങ്ങളോട് പ്രവചിക്ക എന്ന് പറഞ്ഞു. നീ വലിയ പ്രവാചകനല്ലേ? നീ എല്ലാവരുടെയും രഹസ്യം പറയുന്നവനല്ലേ? നിന്നെ തല്ലിയവന്റെ പേര് പറയാൻ നിനക്കറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് യേശുവിനെ കന്നത്തടിക്കുവാൻ ഇടയായി. നിന്നെ തല്ലിയവനാ എന്ന് ചോദിച്ചു. അന്ന് നീ ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരു ദിവസം ഉത്തരവുണ്ട് കേട്ടോ. യേശുവിനെ തല്ലിയതാരെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആ തല്ലിയ കരങ്ങൾ ഒരു ദിവസം ഉയർത്തെഴുന്നേറ്റ് വരും. അന്ന് ലജ്ജയോടുകൂടി മുട്ടുമടക്കി തെറ്റ് സമ്മതിക്കും. അന്ന് യേശുവിനെ നിന്ദിച്ചപ്പോൾ അവർ വിചാരിച്ചവർ വലിയവരാണെന്നുള്ളത്. എന്നാൽ അവരെല്ലാം ഒരു ദിവസം ലജ്ജിക്കാനുള്ള സമയം വരാൻ പോകുകയാണ്. ഇന്ന് ദൈവദാസന്മാരെ, ദൈവമക്കളെ ഉപദ്രവിക്കുന്നവർ കാണും. ഒരുപക്ഷെ അവർ വിചാരിക്കും വലിയ കഴിവുള്ളവരാണെന്ന്, അവർ വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്ന്. കൈകെട്ടി വാങ്ങിക്കുന്ന ദൈവമക്കളുണ്ട്. പക്ഷേ ഒരു ദിവസമുണ്ടെന്ന് ഓർത്തുകൊള്ളണം. യേശു ആരാണെന്ന് ചോദിച്ചുകൊണ്ട് അവൻ്റെ മുഖത്ത് തുപ്പി, അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ അവനെ കന്നത്തടിച്ചു. ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയത് എന്ന് ഞങ്ങളോട് പ്രവചിക്കുക എന്ന് പറഞ്ഞ് അവനെ തല്ലുവാനിടയായി തീർന്നു. ഇന്നും ഇത് സംഭവിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയുകയാണ്, അത് ഇവിടെ നടക്കും, ഈ ഭൂമിയിൽ നടക്കും. പക്ഷേ ഒരു ദിവസമുണ്ട്, ന്യായവിധിയുടെ ഒരു ദിവസമുണ്ട്. അന്ന് ഇത് മുഴുവൻ വെളിപ്പെടുവാനിടയായി തീരും. ദൈവം അന്ന് മൗനമായിട്ടിരുന്നു. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക, ഭയപ്പെട്ടു പോകണ്ട, പേടിച്ചു പോകണ്ട, അതേരിപ്പെട്ടു പോകണ്ട. കഷ്ടം സഹിക്കുന്നത് കൂടെ വാഴുവാൻ വേണ്ടിയാ. യേശു കർത്താവ് കഷ്ടം സഹിച്ചത് നമ്മെ അവനോടുകൂടെ വാഴുവാൻ വേണ്ടിയാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരത്ത് പത്രോസ് ഇരിക്കുകയാണ്. രാത്രി ഞാൻ ദീർഘിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പത്രോസ് ഇങ്ങനെ നോക്കിയപ്പോൾ അവന്റെ ജീവിതത്തിൽ ഇതെല്ലാം കണ്ടപ്പോൾ ഇവനാകപ്പാടെ വിഷമമായി, വലിയ വിഷമം. ഇവന് മനസ്സിലായി ഇനി രക്ഷയില്ല എന്നുള്ളത്. യേശു ഒരിക്കലും അങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് പോകുമെന്ന് അവൻ വിചാരിച്ചില്ല. അവൻ മുഖത്ത് തുപ്പിയപ്പോഴും, അവനെ മുഷ്ടി കുട്ടി കുത്തിയപ്പോഴും, അവന്റെ കന്നത്തടിച്ചപ്പോഴും, നീ ആരാണെന്ന് പറയാന്നൊക്കെ പറഞ്ഞപ്പോൾ ഇവൽ അതുവരെ ഉണ്ടായിരുന്ന യേശുവിൽ കണ്ട സകല അത്ഭുതങ്ങളും സകല കാര്യങ്ങളും ചോർന്നുപോയി. വിചാരിച്ചു ഇനി രക്ഷയില്ല എന്നത് കണ്ടാണ് അവൻ തുടർന്ന് കാണുന്നത്. എന്നാൽ പത്രോസ് പുറത്ത് നടുമുറ്റത്ത് ഇരുന്നു. അവന്റെ അടുക്കൽ ഒരു വേലക്കാരി വന്നു. ഞാൻ വിചാരിക്കുന്നത് ചേവകരുടെ നിന്ന് ഇത് കാണാൻ കഴിയാതെ വണ്ണം പത്രോസ് വെളിയിലിരിക്കുന്നിടയത്ത്. ചേവകരുടെ ഇടയിൽ നിന്ന് വെളിയിൽ വന്ന് ഇരിക്കുന്നപ്പോഴാണ് ഇവനെ ഈ വേലക്കാരി വന്ന്, നീയും ഗലീലക്കാരനായ യേശുവിനോട് ആയിരുന്നുവല്ലോ എന്ന് പറഞ്ഞു. അവിടെ ഇരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ യേശു ഉപദ്രവിക്കപ്പെടുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ യേശുവിനോട് കൂടെ നടന്ന് പത്രോസ് അത് കാണുവാൻ കഴിഞ്ഞില്ല. രാത്രി എന്ത് സംഭവിക്കും, എന്ത് ഭവിക്കുമെന്ന് കാണുവാൻ വേണ്ടി പോയിരുന്ന പത്രോസിന്റെ ജീവിതത്തിൽ അവൻ കണ്ടത് യേശു കഷ്ടം സഹിക്കുന്ന കാണുവാനിടയായി വന്നു. നമുക്ക് കാണാൻ സാധിക്കുന്നത്, അവൻ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ ശേഷമായി അവൻ ആദ്യ ദുഃഖത്തോടെ പുറത്തു പോയി കരഞ്ഞു. അവൻ ആദ്യം ചേവകളുടെ ഇടയിൽ നിന്ന് നടുമുറ്റത്ത് വന്നിരുന്നു. തള്ളിപ്പറഞ്ഞ ശേഷമായി അവനോട് ഇരിക്കാൻ കഴിയാതെ വണ്ണം യേശു കർത്താവ് പറഞ്ഞ വചന നിവൃത്തിയോടുകൂടി അവൻ വെളിയിൽ പോയി ആദ്യ ദുഃഖത്തോടെ കരഞ്ഞു. അവന് മനസ്സിലായി യേശുവിനെ ഇവർ കൊല്ലുമെന്ന്. അതിനുശേഷമായി അവൻ ഭയപ്പെട്ട് അവൻ ഒളിക്കുവാൻ ഇടയായി തീർന്നു. പിന്നീട് നമുക്ക് കാണാൻ കർത്താവിൻ്റെ പുനരുത്ഥാന ദിവസമാണ് ഇവനെ മറ്റു ശിഷ്യന്മാരോടുകൂടെ കാണാൻ സാധിക്കുന്നത്. എന്ത് ഭവിക്കുമെന്ന് വിചാരിക്കുന്ന ആ പത്രോസിന്റെ ജീവിതത്തിൽ അവൻ കണ്ടത് യേശു മരിക്കാൻ ഏൽപ്പിക്കപ്പെടുന്നതായിട്ടാണ് കണ്ടത്. എന്നാൽ യേശുവിന് എന്ത് സംഭവിച്ചു എന്നുള്ളത് പിന്നീട് പത്രോസ് മനസ്സിലായി. യേശു അന്ന് കഷ്ടം സഹിച്ചെങ്കിൽ മരിച്ചവൻ അടക്കപ്പെടും, ഉയർത്തെഴുന്നേറ്റ് അവൻ്റെ തോളിൽ തട്ടിയപ്പോൾ ഇവൻ ആരാണെന്നുള്ളത് അവന് മനസ്സിലായി. അത് എന്ത് രാത്രി നമ്മുടെ കർത്താവ് എല്ലാം ചെയ്യുവാൻ വിശ്വസ്തനാണ്. എന്ത് ഭവിക്കുമെന്നുള്ള ഒരു ഭാരത്തോടു കൂടി ആയിരുന്നെങ്കിലും അവൻ്റെ ജീവിതത്തിൽ ആ സമയത്ത് വലിയ കഷ്ടമുണ്ടായിരുന്നെങ്കിലും വേദന ഉണ്ടായിരുന്നെങ്കിലും തള്ളിപ്പറഞ്ഞെങ്കിലും അവന് ഉയർക്കപ്പെട്ട ക്രിസ്തുവിനെ കാണുവാനിടയായി തീർന്നു. അത് മാത്രമല്ല, യേശു വരുമ്പോൾ അവനും യേശുവിനോടുകൂടെ വരുവാനിടയായി തീർന്നു. ഇനിയും ഇപ്പോൾ ഉള്ള
ലോകത്തിൻ്റെ ഒരു ഭാഗം കൂടി എടുത്ത് ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കാം. അത് ദൈവമക്കൾക്ക് നിശ്ചയമുണ്ട് എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. ഇത് രാത്രിയിൽ മറ്റുള്ളവരെ പോലെ നമ്മൾ ആകുവാനിടയാകരുത്. നമ്മൾ ഈ വചനം പഠിക്കുകയും ശ്രദ്ധിക്കുകയും ദൈവത്തെ ചിന്തിക്കുകയും പാടുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നത് മറ്റുള്ളവരെ പോലെ ആകാതിരിക്കാൻ വേണ്ടിയാ. എന്നാൽ ലോകത്തിന് എന്ത് ഭവിക്കാൻ പോകുന്നു എന്നുള്ള ചിന്ത ഉണ്ടാകേണ്ടത് ദൈവമക്കൾക്കല്ല. ലൂക്കോസ് 21-ാം അധ്യായത്തിന്റെ 26-ാം വാക്യം, ആകാശശക്തികൾ ഇളകിപ്പോകുന്നതിനാൽ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാർ ആകും. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും മഹാതേജസ്സോടും കൂടെ മേഘത്തിൽ വരുന്നത് അവർ കാണും. കർത്താവ് എന്ന് പറഞ്ഞത് വചനം നിവൃത്തിയാകുന്ന അതിന് മുമ്പായി ആകാശശക്തികൾ ഇളകിപ്പോകും. അപ്പോൾ ആകാശശക്തി ഇളകിപ്പോകുന്ന കാണുമ്പോൾ ഭൂലോകത്തിന് എന്ത് ഭവിപ്പാൻ പോകുന്നു എന്ന് പേടിച്ചും നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരായിത്തീരും. ഇന്ന് വലിയ ആർഭാടത്തോടെ ജീവിക്കുന്ന അനേകർക്ക് അവൻ്റെ എല്ലാ അടിസ്ഥാനങ്ങളെ കുലുക്കിക്കളയുമ്പോൾ, ആകാശത്തെയും കുലുക്കിക്കളയുമ്പോൾ ഇവർക്ക് മനസ്സിലാകും ഭൂലോകത്തിന് എന്തോ ഭവിക്കാൻ പോകുന്നു എന്നുള്ളത്. എന്താ ഭൂലോകത്തിന് ഭവിപ്പാൻ പോകുന്നത്? അതെ, ഭൂലോകത്തിന് ഭവിപ്പാൻ പോകുന്നത് എന്താണെന്ന് ദൈവജനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെട്ടു. നമ്മളതിലേക്ക് രാത്രി പോകാൻ ആഗ്രഹിക്കുന്നില്ല. കർത്താവ് രണ്ടാമത്തെ വരവിന് വേണ്ടി സംഭവിക്കുന്ന കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ഭവിപ്പാൻ പോകുന്നു എന്നുള്ള ആകുല ചിന്തകൾ മനുഷ്യനെ ഒരു ഭാഗത്ത് പിടിച്ചുകൊണ്ടിരിക്കും. അത് അതിൻ്റെ അവസാനത്തിലേക്ക് എത്തി എന്ത് ഭവിക്കും എന്ന് വിചാരിച്ചു നിർജീവന്മാരായിത്തീരും. യേശുവിൻ്റെ രണ്ടാമത്തെ വരവിന് മുമ്പ് വളരെ ശക്തിയോടെ നിൽക്കുന്ന എതിർ ക്രിസ്തുവിൻ്റെ ശക്തികളെല്ലാം നിർജീവന്മാരായി തീരുമെന്ന് ഒരു സമയം വരാൻ പോവുകയാണ്. അതിനു മുമ്പ് വലിയ ശക്തിയോടുകൂടി അനേകരെ കൊന്നുകളയുന്ന, അനേക ക്രിസ്തുവിൻ്റെ ഭക്തന്മാരെ, ഇസ്രായേലിനെ കൊന്നുകളയുന്ന, ഭൂമി രക്തം കുടിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരും. ശക്തന്മാരായിരുന്നവർ ആകാശശക്തി ഇളകിപ്പോകുന്ന കാണുമ്പോൾ ഭൂലോകത്തിൽ എന്ത് ഭവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ പേടിച്ച് നോക്കിപ്പാർത്തും കൊണ്ട് മനുഷ്യർ നിർജീവന്മാരാകും. ഈ സന്ദേശം അവസാനിപ്പിക്കുക ഞാൻ പറയുന്നത്, ഭൂലോകത്തിന് എന്ത് സംഭവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാനും നിങ്ങളും അങ്ങനെ ഭയപ്പെട്ട് ജീവിക്കുന്നവരല്ല. ഇന്ന് രാത്രി പറയണം, എൻ്റെ കർത്താവ് വരുന്നതിന് മുമ്പായി, അതായത് കർത്താവിന് മധ്യാകാശ ശേഷമായി കേവലം 7 വർഷത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അന്ന് നടക്കേണ്ട സംഭവങ്ങളുടെ അതിൻ്റെ ചലനങ്ങൾ ഇപ്പോഴേ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. കർത്താവിൻ്റെ വരവുള്ള ബന്ധത്തിലുള്ള കാര്യങ്ങൾ ലോകാവസാനത്തിൻ്റെ ആരംഭത്തിൽ കർത്താവ് വന്നപ്പോൾ തന്നെ തുടക്കമിട്ടതാ. അതിൻ്റെ അവസാനത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുക. ദൈവമക്കളെ, നമ്മളാരും എന്ത് ഭവിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നാം ദിവസം നിർജീവന്മാരായി തീരാനുള്ളവരല്ല. കരമുയർത്തി പറയണം, ഞങ്ങൾക്കറിയാം എന്താ ഭവിക്കാൻ പോകുന്നതെന്നുള്ളത്. അത് മോശയുടെ പെങ്ങൾക്കറിയത്തിലായിരുന്നു എന്താ സംഭവിക്കാൻ പോകുന്നത്. എന്നാൽ സ്വർഗത്തിന് പദ്ധതി ഉണ്ടായിരുന്നു മോശയെ ഫറവോന്റെ കൊട്ടാരത്തിൽ വളർത്തിയെടുക്കണമെന്ന്. പത്രോസിന് അറിയത്തില്ലായിരുന്നു യേശുവിന് എന്താ ഭവിക്കാൻ പോകുന്നുള്ളത്. എന്നാൽ സ്വർഗത്തിന് അറിയാമായിരുന്നു അവൻ മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് തൻ്റെ സഭയെ പണിയും ദൈവരാജ്യത്തെ സ്ഥാപിക്കണമെന്നുള്ളത്. ഇന്ന് രാത്രിയിൽ ലോകത്തിന് എന്ത് സംഭവിക്കാൻ പോകുന്നുള്ളത് ലോകത്തിന് അറിയത്തില്ലെങ്കിലും ദൈവവചനത്താൽ ദൈവമക്കൾക്കറിയാം. ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മൾ രാജാക്കന്മാരെ പോലെ വാഴുവാൻ വേണ്ടി ലോകം ഒരുങ്ങുവാൻ പോകുക. കരമുയർത്തി സ്തോത്രം ചെയ്താട്ട് എന്താ സംഭവിക്കുന്നത്? മഴ മാറിപ്പോകുന്നു, ഭൂമി കുലുങ്ങുന്നു, അതെ, പലവിധ വിഷയങ്ങൾ ഉണ്ടാകുന്നു. എന്താ സംഭവിക്കാൻ പോകുന്നു വിചാരിച്ചുകൊണ്ട് അനേക നിർജീവന്മാരായി തീരുമ്പോൾ പുതിയ പാട്ടുപാടി സന്തോഷിക്കണം. അതെ, ഇതെല്ലാം സംഭവിക്കാൻ പോകുന്നത് ഞങ്ങൾ യേശുവിനോട് കൂടെ ഈ ലോകത്തിൽ വാഴുവാൻ പോകുന്നതിന്റെ ചലനങ്ങളാണ് കാണുവാൻ തുടങ്ങുന്നത്. അതുകൊണ്ട് അവനോടുകൂടെ വാഴുവാൻ അവനോടുകൂടെ വിളിക്കപ്പെട്ട നിയോഗിക്കപ്പെട്ട ദൈവജനം എന്ത് സംഭവിക്കുമെന്ന് അറിയാതല്ലിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിച്ചുണർത്തുക. ഇന്ന് രാത്രി കരമുയർത്തപ്പോൾ ഇതെല്ലാം സംഭവിക്കുന്നത് നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടിയാ. നാം ഈ ഭൂമിയിൽ വാഴുവാൻ വേണ്ടിയാ. കർത്താവ് സ്ഥാപിക്കാൻ പോകുന്ന ദൈവരാജ്യം അക്ഷരികമായിട്ട് സ്ഥാപിക്കുമ്പോൾ അവനോടുകൂടെ വാഴുവാൻ വേണ്ടിയുള്ള ഈ കുലുക്കങ്ങളൊക്കെ ഇതെല്ലാം ഇളകിപ്പോകാനുള്ള, മാറിപ്പോകാനുള്ള സാമ്രാജ്യങ്ങളെ കുലുക്കി മാറ്റും. അതിനുശേഷമായി യേശു 1000 ആണ്ട് ഇവിടെ വാഴുവാൻ വേണ്ടിയുള്ള തുടക്കങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്താണ് ലോകത്തിന് സംഭവിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട്
ഞാനും നിങ്ങളും നിർജീവന്മാരായിരിക്കാനല്ല, ദിവസങ്ങൾ ഉണരണം. അതെ, എന്താ സംഭവിക്കാൻ പോകും? നന്മ മാത്രമേ സംഭവിക്കുകയുള്ളൂ. മോശയുടെ ജീവിതത്തിൽ സംഭവിച്ചത് നന്മയായി തീർന്നെങ്കിൽ എന്ത് സംഭവിക്കുമെന്ന്, എന്ത് ഭവിക്കുമെന്ന് അവന്റെ പെങ്ങൾക്ക് ഭയമുണ്ടായിരുന്നെങ്കിൽ എന്ത് ഭവിക്കുമെന്ന് ഭാരപ്പെടേണ്ട. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട കുടുംബമേ, ദൈവത്താൽ വിളിക്കപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം നന്മയല്ല തിന്മയൊന്നും ചെയ്ത് ദൈവം ചില പദ്ധതികളുണ്ട്. അതിന്റെ ചില കാര്യങ്ങളെ ദൈവം നിർവഹിച്ചുകൊണ്ടിരിക്കുക. 10 ദിവസം അറിയത്തില്ലായിരുന്നു യേശുവിന് എന്ത് സംഭവിക്കുമെന്ന്. അവനെ വെളിയിൽ വിടുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇന്ന് രാത്രി യേശുവിനെ വെളിയിൽ അന്ന് 10 ദിവസം വിചാരിച്ചതുപോലെ യേശുവിനെ വെളിയിൽ വിട്ടില്ല. പക്ഷേ അവൻ ക്രൂശിക്കപ്പെട്ടു, 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. ആ 10 ദിവസം മനസ്സിലായി യേശുവിന് എന്ത് ഭവിച്ചെന്നുള്ളത്, അവൻ ആരാണെന്നുള്ളത് പുനരുത്ഥാന ശേഷമായിട്ട് മനസ്സിലാക്കിയതുപോലെ ഭൂലോകത്തിന് എന്ത് സംഭവിക്കുമെന്നറിയാതെ മനുഷ്യർ ഒരു ഭാഗത്ത് അവൻ തന്ത്രങ്ങളും യുദ്ധങ്ങളും മെനഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, എതിർക്രിസ്തുവിന്റെ ഭരണത്തിന് വേണ്ടി ലോകം ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ, ഇവിടെ മറുഭാഗത്ത് ദൈവമക്കൾ പറയും ഇതെല്ലാം സംഭവിക്കുന്നത് രാജാതിരാജാവായിരിക്കുന്ന യേശു രാജഭരണം ഏറ്റെടുക്കുവാൻ വേണ്ടി വരും. അതിനു മുമ്പായി അവനായി കാത്തിരിക്കുന്ന അവന്റെ കാന്തയെ മണവാട്ടിയെ ചേർക്കും. അതിന് ശേഷമായി അവനോട് ചേരേണ്ട വിശുദ്ധന്മാരെ ചേർക്കും. അതെല്ലാം സംഭവിച്ച ശേഷമായി യേശു കർത്താവ് ലോകത്തെ വരുവാൻ വേണ്ടി ഉള്ള സംഭവങ്ങളാണ് സംഭവിക്കാൻ പോകുന്ന. ആകാശം കൊടുമുഴക്കത്തോടെ ദിവസങ്ങൾ, ആകാശം അതിന്റെ ശക്തി ഇളകിപ്പോകുവാൻ അത് തുടങ്ങിയിരിക്കുന്ന കാലഘട്ടമായതുകൊണ്ട് നാം നിർജീവരായി തീരാ ദിവസങ്ങളിൽ ഉയരത്തിലേക്ക് നോക്കി പറയാം, അതേ വാഴുവാനുള്ള സമയമായി പ്രിയ, അതേ നിന്നോടുകൂടെ വാഴുവാൻ സമയമായി, ഞങ്ങളെ ചേർക്കുവാൻ എന്ന് വരും എന്നുള്ളത് ഓർത്തുകൊണ്ട് അവന് വേണ്ടി നോക്കി പാർക്കാം. ഈ വചനങ്ങളാൽ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. എല്ലാ കരങ്ങളും ദൈവത്തിന് സ്തോത്രം ചെയ്താട്ട്. നാം നോക്കി പാർക്കുന്നത് ലോകത്തിനെന്ത് ഭവിക്കുമെന്നല്ല, നാം നോക്കി പാർക്കുന്നത് യേശു കർത്താവ് എന്ന് നമ്മളെ ചേർക്കാൻ വരുമെന്നാണ്. അതുകൊണ്ട് എല്ലാ ഹൃദയങ്ങളും സന്തോഷത്തോടെ പറയണം, നമ്മുടെ ജീവിതത്തിന്റെ ഭാരങ്ങൾ മാറി, എന്ത് ഭവിക്കുമെന്നുള്ള വേദന മാറി. ഇന്ന് രാത്രി പറയണം, എല്ലാം നന്മയ്ക്കായിട്ട് സംഭവിക്കുകയുള്ളൂ, ഒന്നും ദോഷമായിട്ട് തീരത്തില്ല. ദൈവത്തിന് എല്ലാത്തിനും ഉദ്ദേശമുണ്ട്. അതുകൊണ്ട് നാം നോക്കി പാർക്കുന്നത് ഈ ദിവസങ്ങളിൽ ഭയാനകമായിരിക്കുന്ന ലോകാവസാനത്തെ കുറിച്ചുള്ള ചിന്തകളല്ല നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നമുക്ക് തന്നിരിക്കുന്നത്. യേശു കർത്താവിന്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുവാൻ ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ലോകത്തെ പോലെ ആകരുതെന്നുള്ള സന്ദേശം കൈമാറിക്കൊണ്ട് ഞാൻ ദൂതിന് വിരാമപ്പെടുന്നു. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.